എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിന് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് യേശുവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജ്യോതിക ജോസ്. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വന്നെ, പൂത്തോട്ട. ഞാനിവിടെ ആദ്യമായിട്ട് തന്നെ 2019 2019 ഡാഡി മമ്മി അതിന് മുമ്പ് വന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ 2019 വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് കിഡ്നിയിൽ ഭയങ്കര വേദന വന്നപ്പോൾ സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ 2 കിഡ്നിയിലും കല്ല് കാണിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മമ്മിയായിട്ട് കൃപാസനത്തിൽ വന്നു. അച്ഛനെ കണ്ട് ജസ്റ്റ് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ലായിരുന്നു, ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലായിരുന്നു. ആ ദിവസം ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ഉച്ചയായിരുന്നു. അച്ഛനെ രാവിലെ എല്ലാവരും കണ്ടിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് കാണാനുള്ള അവസരം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിഷമിച്ച് ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത്രയും ദൂരെ നിന്ന് വന്നതല്ലേ, കാണാൻ പറ്റിയില്ലല്ലോ അച്ഛനെന്ന് ഓർത്തു. മമ്മിക്ക് ഒട്ടും വയ്യായിരുന്നു, ബസ്സൊക്കെ കയറി വന്ന്. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സമയത്ത് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഏതോ ഒരു ചേച്ചിയോ ചേട്ടനെന്തോ വിളിച്ചിങ്ങനെ പറഞ്ഞു, കിഡ്നി സംബന്ധമായ പ്രശ്നമുള്ളവരും ഹാർട്ട് സംബന്ധമായ രോഗം അങ്ങനത്തെ രോഗങ്ങളുള്ളവർ അച്ഛനെ കാണാൻ വേണ്ടി ക്യൂ നിന്നോളാൻ. അങ്ങനെ ഞാനിവിടെ വന്നു. ഈ ഈശോയുടെ കുരിശു രൂപ ചോട്ടിൽ കാലിൻ്റെ അവിടെ പിടിച്ച് അച്ഛൻ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവിടെ അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് മമ്മിനോട് എൻ്റെ ഇവിടെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ സൈഡിലെത്തിയപ്പോൾ എനിക്കിവിടെ ഭയങ്കര വേദന വന്നു തുടങ്ങി. അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെന്താ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വേദന കൂടിയോന്ന്. അപ്പം മമ്മി പറഞ്ഞു, എടി പ്രാർത്ഥിച്ചോ, ചിലപ്പോൾ കല്ല് പോവുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് 2019 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല, ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. 2019 ജൂലൈയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് സെപ്റ്റംബർ ആയപ്പോൾ ഞാൻ BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോയി. മംഗലാപുരത്ത് പോയി കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിലാവണ മുമ്പ് എൻ്റെ ജസ്റ്റ് ഒന്ന് സ്കാനിങ് ചെയ്യാമെന്ന് ഓർത്തിട്ട് സ്കാൻ ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2 കിഡ്നിയിലും സ്റ്റോൺ കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല, കല്ല് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വർഷം മെയ് 2-ാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തത് OITക്ക് വേണ്ടിയായിരുന്നു. ഞാൻ UK സ്കോറാണ് വെച്ച്, എനിക്ക് കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. അയർലൻഡ് സ്കോർ കിട്ടിയതിന് മാതാവിന് നന്ദി പറയുന്നു. അത് കിട്ടാതിരുന്നതിനും ഐ തിങ്ക് അതൊരു കാര്യത്തിന് നന്നായി. ബിക്കോസ് ഞാൻ കുറച്ചൊക്കെ ഉഴപ്പാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ചാൻസ് അഥവാ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് നല്ലോണം അറിയാം, ഞാൻ ചിലപ്പോൾ ഓക്കെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു, കിട്ടി, ഇനി പിന്നെ രാവിലേക്ക് എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു, അപ്പോൾ ഞാൻ പിന്നെയും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ഇന്ന് വന്ന് പുതുക്കി, പിന്നെ 2ാമത് പുതുക്കി ഉടമ്പടി. സോ അത് ഫസ്റ്റ് ടൈം ചിലപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്ന് പിന്നെയും ചെയ്യും ആയിരുന്നു എനിക്ക് തോന്നണില്ല. ഇപ്പം എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ദൈവത്തിനോട് കൂടുതൽ എനിക്ക് അടുക്കാൻ പറ്റി. ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങിയില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ. പിന്നെ എല്ലാം ഞായറാഴ്ചയും കുർബാന കൂടാൻ പോകാറുണ്ട്. എപ്പോഴും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പൊതുവേ രാവിലെ എനിക്കെല്ലാം കുറവായിരുന്നു, വൈകുന്നേരം അല്ലെങ്കിൽ പോകില്ല അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുന്നുണ്ട്. അതൊക്കെ ഐ തിങ്ക് മാതാവ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ ഇത്രയും ചെയ്യാൻ പറ്റും. ഉടമ്പടി എടുത്തിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലായാലും എനിക്കായാലും കുറേ അനുഗ്രഹങ്ങൾ, ചെറുതും വലുതായിട്ട് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഡാഡിക്ക് ഇട്ടിട്ടുണ്ട്, ഞാൻ ഡാഡിക്ക് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്, ഞാൻ സൗത്ത് പുറയിൽ നിന്ന് വരുന്നു. 2018 ഞാൻ അർദ്ധ സൈനിക വിഭാഗത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വയറുവേദന വരികയും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അവിടെ വെച്ച് എൻ്റെ GB കീഹോൾ ഓപ്പറേഷൻ വഴി റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് 1 മാസത്തെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ബെൽറ്റ് കെട്ടിയുള്ള ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിലിരുന്ന് പുകച്ചിലും വേദനയെല്ലാം തുടങ്ങി. അങ്ങനെ ഒരു 3-4 മാസം ഞാൻ അതും കൊണ്ട് നടന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയി ഒരു മെയിൻ ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുകയും ചെയ്തു. ആകെ ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കുടുംബമെല്ലാം ആകെ ബുദ്ധിമുട്ടായി, അവർക്ക് അരച്ചിലും പിഴിച്ചിലും ആയി. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ മോള് പറഞ്ഞു, അങ്കിളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, അങ്കിള് ആലപ്പുഴയിലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഡോക്ടർ നിർദ്ദേശപ്രകാരം എൻ്റെ ലിവർ ബയോപ്സി ചെയ്തപ്പോൾ അത് നോർമലായി. അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ വീണ്ടും ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലിവർ നോർമലായി എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 മരുന്ന് നിരവപ്പെടുത്തും. പിന്നെ ഞങ്ങളുടെ മൂത്ത മോള് UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുക.
അവൾ അവിടുത്തെ ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് ജോലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമുക്ക് വയറുവേദന വന്നിട്ട് വയറുവേദന മാറണേയില്ല. 4 വയസ്സുള്ള കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞുണ്ട്. പിന്നെ അവൾ കുഞ്ഞുമായിട്ട് പിന്നെ നാട്ടിലോട്ട് വരേണ്ടി വന്നു. ഞങ്ങൾ എല്ലാ ഡോക്ടേഴ്സിനെയും 3 മാസം എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് വയറുവേദന എന്തിൻ്റെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അവൾ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ. പിന്നെ ഞങ്ങളും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് പിന്നെ പെട്ടെന്ന് വയറുവേദന മാറി അവൾ UK തിരിച്ചു പോയി ഹോസ്പിറ്റലിൽ. ഇപ്പം NHSൽ നേഴ്സായിട്ട് വീണ്ടും വർക്ക് തുടങ്ങി. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് കഴിച്ച ഈ നേർച്ച വസ്തുക്കൾ കൊണ്ട് കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ആ നേർച്ച വസ്തുക്കളെ ഉപയോഗിച്ച് തന്നെ മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവളുടെ കാര്യം പറഞ്ഞാൽ അച്ഛൻ അന്ന് ഇവിടെ വെച്ച് ഈശോൻ്റെ അന്നിവിടെ പാർട്ടീഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു നീ ഇവിടെ സാക്ഷ്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രാവശ്യം അന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങളിവിടെ ബാക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ വിളിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ ഡാഡി റിട്ടയർഡായി പിന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. അതുകൊണ്ട് ദൈവത്തിനും എല്ലാത്തിനും ഞങ്ങൾക്ക് കിട്ടിയ അതുപോലെ തന്നെ ഞങ്ങളെക്കുള്ള ദുഃഖം അനുവദിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകില്ല. ഇപ്പം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും നമുക്ക് പിന്നീടെങ്കിലും അതിൻ്റെ ഫലം കിട്ടിയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞവരാണ്. കുറേ ഇപ്പം ഞങ്ങൾക്ക് ഡാഡിയും ഒക്കെയാണ്. പിന്നെ മോൾക്കടെ സുഖം മാറിയവൾ പോയി. എല്ലാത്തിനും നന്ദി. 1000 കോടാനുപതി നന്ദി പറയുന്നു മാതാവിനും തിരുക്കുമാരനും. സ്നേഹം നിറഞ്ഞവരെ, ജ്യോതിക ജോസ് എന്ന സഹോദരിയും കുടുംബവുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരങ്ങൾ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ഓരോ രോഗാവസ്ഥകളും കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവരുടെ കുടുംബത്തിലുണ്ടായതെന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ ദൈവം കൈവിടുകയില്ല എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക്, ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഈ കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ വളരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. എൻ്റെ പേര് അന്ന. ഞാനിവിടെ മാരാരിക്കുളത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ഹെബിൻ, മക്കൾ ഫാബിയോ, ഫേബൻ, ഫിയന്ന. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. എന്നാൽ 2 വർഷം പ്രഗ്നൻ്റ് ആകുകയും അത് ട്യൂബൽ പ്രഗ്നൻസി ആയതുകൊണ്ട് അത് രണ്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു ഡോക്ടറിൻ്റെ തീരുമാനപ്രകാരം ട്യൂബ് വാഷ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ആ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ആ ഒരു സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു. ഞങ്ങൾ നാട്ടിലേക്ക് എത്തേണ്ടി വന്നു. നാട്ടിലെത്തി ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം മക്കളില്ലാത്തതും എന്നാൽ നല്ലൊരു ജോലിയും നല്ല ബിസിനസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ 2 ബുദ്ധിമുട്ടുകൾ. 2 മാസം ഞങ്ങൾ എങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് ഇവിടെ അടുത്തായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാമായിരുന്നു, പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2017 നവംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ഉടമ്പടിയിലെ ഏറ്റവും ആദ്യത്തെ നിയമം തന്നെ ഞങ്ങൾക്ക് മക്കളെ ലഭിക്കണമെന്നായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ 3 മക്കളുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ മനസ്സിലും കയറിക്കൂടി ഞങ്ങൾക്ക് 3 മക്കൾ വേണമെന്ന്. ഞാൻ വിചാരിച്ചു ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി, ഇനി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് ഇനി എപ്പോഴാണ് 3 ആകുക എന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ നിയോഗത്തിലെഴുതി എനിക്ക് 3 കുഞ്ഞുങ്ങളെ വേണമെന്ന്. ഞാൻ അങ്ങനെ നിയോഗം എഴുതി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും തിരികെത്തിച്ചും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. മനസ്സിൽ പേടിയായി, ട്യൂബിലായിരിക്കുമോ എന്തായിരിക്കുമോ എന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അത് വലിയ വിഷയമാകുമെന്ന് അറിയാം. ട്യൂബിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കാം, നിങ്ങൾ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരേണ്ടി വരുമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. ഇങ്ങനെ ട്യൂബിലൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും ആയിട്ടല്ലേ ഉള്ളൂ, 1.5 മാസം പോലും ആയിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി വാന്ന് പറഞ്ഞു.
ഒരാഴ്ച കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, 2 കുട്ടികളുണ്ടെന്ന് തോന്നണു. എന്തായാലും നിങ്ങളിപ്പോൾ ഇതൊന്നും പുറത്ത് പറയണ്ട, നമുക്ക് ട്യൂബിൽ എപ്പോഴും വരുന്നതുകൊണ്ട് ഇതൊന്ന് കൺഫേം ആക്കിയിട്ട് ശേഷം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു 3 കുട്ടികളുണ്ട്, 3 കുട്ടികളുടെ ഹൃദയമെടുപ്പുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ ഡോക്ടർ പറഞ്ഞു ഈ 3 കുട്ടികൾ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമല്ല, വിദേശത്തൊക്കെ നടക്കും, നമ്മുടെ നാട്ടിലൊക്കെ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു, ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ദൈവത്തിന് മുമ്പിൽ വിദേശിയെന്നോ സ്വദേശിയൊന്നും ഇല്ല, ഞാൻ എന്തായാലും അവിടെ നിന്ന് പോയി തീരുമാനിച്ചിട്ട് പിന്നെ വരാം, അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് പോന്നു. ഞാൻ കുറച്ച് ദിവസമൊക്കെ വീട്ടിലിരുന്ന് വിഷമിച്ച് പ്രാർത്ഥിച്ചു. എങ്കിലും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗം എൻ്റെ മനസ്സിലേക്ക് വന്നു, എനിക്ക് 3 കുട്ടികളെ വേണമെന്നാണ്. പക്ഷെ എന്നെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല അത് 3 ഒന്നിച്ചായിരിക്കുമെന്ന്, അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എന്നെ എപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ഒപ്പമായിട്ടുള്ള എല്ലാവരും 2 കഴിഞ്ഞ് 3-ാമതൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഞാനെപ്പോഴും കൊച്ചിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛാ, ഞാൻ അച്ഛനോട് ഇങ്ങനെ ഒരാളെ ഡോക്ടർ പറ്റത്തില്ല 2 പേരെ മതി എന്നൊക്കെ പറയുന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണ്, 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതിനെന്താ, നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അച്ഛൻ ആ കൂട്ടത്തിൽ പറഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഈ ഒരു ഡെലിവറി സമയമൊക്കെ ആകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം കേട്ട് ഞങ്ങൾ പോയി. ഞങ്ങളെന്തായാലും ആ ഡോക്ടറിനെ പിന്നീട് കാണാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിയായ വേറൊരു ഡോക്ടറിനെ പിന്നീട് ചെന്നപ്പെട്ടത്. എന്നാൽ ആ ഡോക്ടർ ഞങ്ങളോട് എതിരഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ശരി, മുന്നോട്ട് പോകാമെന്നുള്ള തീരുമാനമായി. ഞങ്ങൾ അങ്ങനെ പോയി. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈയും കാലം തറച്ച മൊത്തം ക്ഷീണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 5-ാം മാസമായപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറി. അവിടെ വെച്ച് 7-ാം മാസം തന്നെ ഇവരുണ്ടാകുകയും ചെയ്തു. 7-ാം മാസം ഇവരുണ്ടായപ്പോൾ ഞങ്ങൾ അച്ഛനോടൊന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. ഇവിടുന്ന് പോയെന്ന് ഞാനൊരു ബൈബിൾ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നോട് ബൈബിളിലൂടെ വചനത്തിലൂടെ സംസാരിക്കണം, എനിക്ക് ഈ ഒരു പ്രഗ്നൻസി കാലം മുഴുവൻ ബൈബിൾ വായിക്കണം. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 5-ാം വചനമാണ്. ഞാൻ കർത്താവിൻ്റെ എഴുതാനെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും, 3-ാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവന് മുദ്രണം ചെയ്യുകയെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഒരു വചനമുണ്ടോ, 3 പിള്ളേരെക്കുറിച്ചൊക്കെ. ഒത്തിരിയേറെ മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എങ്കിലും 3 പേരെക്കുറിച്ച് മാത്രമേ ഇതൊരു വചനമുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് പ്രാർത്ഥിച്ചു. ആ വചനം വെച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലം മുഴുവൻ പ്രാർത്ഥിച്ചു. ആ വചനം പറഞ്ഞും ഓരോരുത്തരെ സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവർ 7-ാം മാസം ഉണ്ടായപ്പോൾ ഒരാൾ 1,400 ഒരാൾ 1,500 1,600 കഷ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരും ഉണ്ടായി. എനിക്ക് ഓപ്പറേഷനായിരുന്നു. എന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിലേക്ക് എത്തി. പക്ഷേ ഇവർ NICUലായിരുന്നു. മക്കളെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ വീട്ടിലെത്തി പപ്പായും ഹസ്ബൻഡും ഒക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. പോയി കാണുമ്പോൾ എന്നെ ഒരു പ്രാവശ്യം മാത്രമേ സമ്മതിച്ചുള്ളൂ. ഞാൻ ചെന്ന് കാണുമ്പോൾ എനിക്കറിയില്ല ഞാൻ ഒരുപാട് പ്രസവിച്ചിറക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ 3 പിള്ളേരെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കണേന്ന്. എനിക്ക് തന്നെ സംശയം, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. ഞാൻ എല്ലാം ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 4-ാം ദിവസം 5-ാം ദിവസം ഓരോരുത്തരായി ഡോക്ടർ NICU ഡിസ്ചാർജ് ചെയ്യുന്നു. എൻ്റെ കൈ കെട്ടിയിട്ട് ഇത് എങ്ങനെ എടുക്കണമെന്നോ തിരിക്കണമെന്നോ മറക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാട് ഇത്രയും നീളമേ ഉള്ളൂ, കൈയും കാലും എല്ലാം കൂടെ അത്രേ ഉള്ളൂ. ഇതെങ്ങോട്ട് തിരിച്ചെടുക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയത്തില്ല. മമ്മിയും പപ്പായും ഞങ്ങളെല്ലാവരും വിശ്വാസപൂർവ്വം ചൊല്ലി എല്ലാ ദിവസവും കാശുരൂപം വെച്ചും ബൈബിൾ വചനം വെച്ചും പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും അവർ വളർന്നു. 2018 ജൂലൈ മാസം പ്രളയത്തിന് സമയത്താണ് ഇവരുണ്ടായത്. എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെയായി. ഡോക്ടർ പറഞ്ഞു എല്ലാ അസുഖങ്ങളും ഇവർക്ക് വേഗം പിടിപെടും, ഇമ്മ്യൂണിറ്റി പവർ തീരെ കുറവാണെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനിയും ജലദോഷവും പല അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. എന്നാൽ ഇവർക്കാകട്ടെ ഒരു അസുഖം സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല ഇവർക്ക്. അങ്ങനെ ദൈവം തന്നതാണ് എനിക്ക് ഈ 3 മക്കൾ. ഞാൻ സാക്ഷ്യം പറയാൻ വളരെയേറെ താമസിച്ചു പോയി. ഇവരുണ്ടായി 1.5 വർഷത്തോളം ഞങ്ങൾ 2 ആളും പള്ളിയിൽ പോയിട്ടില്ല. കാരണം രാവും പകലും കടന്നു പോകുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെയാണെന്ന്. 1.5 വർഷങ്ങൾക്ക് ശേഷം കൊറോണയായി. ആ കൊറോണയും കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ഞങ്ങളിവിടെ പലവട്ടം വന്നിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുട്ടികളായിട്ട് കൊന്തയിലിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ സാക്ഷ്യം പറയണമെന്നുള്ള കാര്യം
ഇവിടെ എഴുതി കൊടുത്തിട്ട് തന്നെ 1 വർഷമായി എനിക്കത് പറയാൻ പറ്റിയില്ല. എന്നും അതോർത്ത് ഭയമുണ്ട്, പേടിയുണ്ട്. എങ്കിലും എനിക്കിപ്പോഴാണ് സാധിച്ചത്. എനിക്ക് ഈ 3 മക്കളെ തന്ന ദൈവത്തിനെ നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ നിയോഗം ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനമില്ല എന്നുള്ളതായിരുന്നു. ഈ കാര്യത്തിൽ ഞങ്ങളന്ന് 2ാമത് വെച്ച നിയോഗമായിരുന്നു. ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ സമയത്ത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഹോം സ്റ്റേ പണിയാൻ സാധിച്ചു. എന്നാൽ ഞങ്ങൾ ഇവരുമായിട്ട് പ്രഗ്നൻസിക്കൊക്കെ പോയ കാലത്ത് അത് അടച്ചിരിക്കുകയായിരുന്നു. തിരിച്ചു വന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാമോയിസ് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തിയപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ അടച്ചിട്ട ഹോം സ്റ്റേ 2 മാസം കൊണ്ട് അത് പണി തീർത്തു. പക്ഷേ ഞങ്ങൾ ഈ പ്രഗ്നൻസി കാലഘട്ടം മുഴുവൻ അത് അടച്ചിട്ടു. എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു ഹോം സ്റ്റേ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഈ ഒരു ബിസിനസ് അല്ലാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഞങ്ങൾ 2 പേരും വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹവും ഞാനിന്ന് ഓർക്കുന്നു. ഇന്നും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ബിസിനസ്സിൽ അനുഗ്രഹമായി വരുന്നത് ഇവിടെ നിന്ന് അകലേന്ന് വരുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വരുന്ന ഓരോരുത്തരും ഞങ്ങളുടെ അവിടെ താമസിച്ചും പെറുക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു സാമ്പത്തികം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രഗ്നൻസി കാലത്തും അതുപോലെ തന്നെ പത്രം വാങ്ങിച്ച് ഞാനായിരുന്ന ആശുപത്രികളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പള്ളികളിലും ഒക്കെ കൊണ്ട് പലർക്കും കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈ ഒരു കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 മക്കളെക്കുറിച്ചുമാണ് സാക്ഷ്യം പറഞ്ഞത്. അതിലിപ്പം വ്യക്തമായിട്ട് ഈ മകൾ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇവരെ ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പം ഒരു 3 കുഞ്ഞുങ്ങളെ വേണം എന്ന് നിയോഗം വെക്കുമ്പോൾ 3 കുഞ്ഞുങ്ങളെ വേണമെന്ന് നിയോഗിക്കുമ്പോൾ നമുക്കറിയാം 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാനെടുക്കുള്ള സമയം 3 കുഞ്ഞുങ്ങളുടെ ആകുമ്പം എത്രയോ വർഷങ്ങൾ അല്ലെങ്കിൽ 2, 3, 4 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിൽ ഒരു കുഞ്ഞുങ്ങൾ. അപ്പം എഴുതുന്ന സമയത്ത് പോലും ഇദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള വലിയൊരു വചനത്തിൻ്റെ അഭിഷേകം ഒരു പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ വെക്കുന്ന നിയോഗത്തിന് മേൽ ഈ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എങ്ങനെയാണ് ഇടപെടുന്നതെന്നുള്ളത് വ്യക്തമായിട്ട്, അതായത് ഒറ്റ ഒരു പ്രസവത്തിൽ തന്നെയും ഈ കുഞ്ഞുമക്കളെ ദൈവകൃപയോടെ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തെ ദൈവം ഒരുക്കി എന്നുള്ളതും അതിലൂടെ ഇവരാഗ്രഹിച്ചതുപോലെ കുഞ്ഞുങ്ങളെ ലഭിക്കുകയും അതോടൊപ്പം ആഗ്രഹിച്ചതുപോലെ ഉടമ്പടിയിൽ ഒരു നിയോഗത്തിനൊരു ഉത്തരവും ലഭിച്ചു എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. ഇതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത മനസ്സിലാകുന്നത്. 2ാമത്തേത് ഉടമ്പടിയിൽ ലഭിച്ച വചനത്തിനെക്കുറിച്ചും ഏശയ്യ 44:5 പറയുന്നുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആയിട്ടൊന്നും നമ്മൾ വായിക്കേണ്ട ഒന്നല്ല. കാരണം ബൈബിളിൽ എത്രയേറെ വചനങ്ങളുള്ളതായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് തുറക്കുമ്പം അത് 3 പേർ എന്ന് തന്നെ 3 മക്കൾ എന്ന് തന്നെ സൂചിപ്പിക്കുന്ന ഒരു വചനം തന്നെ കണ്ണിലുടക്കാനും അത് വായിക്കാനും ഒക്കെ ഇടവരുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നോക്കുമ്പോഴേക്കും ദൈവം സംസാരിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെ തന്നെയാണെന്ന് പ്രൈമറിലി സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ വരുന്ന സാക്ഷ്യങ്ങൾ മാത്രം പരിശോധിക്കുമ്പം വ്യക്തമായിട്ടത്. കാരണം ദൈവം വെളിപ്പെടുത്തി ഈ വചനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാരണം ദൈവം ആദ്യം ഈ ലോകത്തിനോട് സംവദിച്ചതും നേരിട്ട് സംസാരിച്ചതുമായ വചനം വായിക്കാതെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഒരു പക്ഷേ ഈ സ്വരം എത്തിച്ചേരാനായിട്ടുള്ള മാക്സിമം ശ്രമത്തിൻ്റെ ഭാഗം പോലുമാണ്. നിങ്ങൾക്ക് നമ്മുടെ അച്ചടിയുടെ ചരിത്രമൊക്കെ നോക്കുമ്പം ബൈബിൾ എത്രയോ പേരുടെ മുമ്പിൽ എത്തിച്ചേർക്കാമോ അത്രയും പേരുടെ മുമ്പിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അച്ചടി പോലും തുടങ്ങുന്നത്. കാരണം എല്ലാവർക്കും എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവവചനം എല്ലാവരും അറിയണം. ഇപ്പം ഉടമ്പടിയിലൂടെ പല സാക്ഷ്യങ്ങളിലൂടെ ദൈവം ആവർത്തിച്ച് പറയുന്നൊരു കാര്യം വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ വായിക്കണം എന്നുള്ളതാണ്. അതിലൂടെ വ്യക്തമായിട്ട് ടു ദ പോയിൻറ്റ് അല്ലെങ്കിൽ ടു ദ കോണ്ടെക്സ്റ്റ് ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ള ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് മുൻപോട്ട് ഡോക്ടർമാരുൾപ്പെടെ ഒരു പക്ഷേ 2-ൽ ഒരാൾ പോവും അങ്ങനെയൊക്കെ പറയുമ്പോഴും വിശ്വാസത്തോടെ ഇതിനെ അതിജീവിച്ച് നീ അൾത്താര വരെ ഈ മക്കളോടൊപ്പം വന്ന് നിൽക്കുവാൻ ഇടവന്നെന്നുള്ളതും ആ സമയത്തൊക്കെ മാതാവിൻ്റെ കൊറോണ സമയത്താണെങ്കിലും അതിന് ശേഷവും ഇപ്പോഴും ഈ മക്കളെ വളർത്തുവാനായിട്ടുള്ള സാഹചര്യം കുടുംബത്തിൽ തന്നെ അതും പരിശുദ്ധ അമ്മ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷയിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ നിയോഗം എഴുതുമ്പോൾ എപ്പോഴും പരിശുദ്ധ അമ്മ നിയോഗത്തിനോടൊപ്പം ഉണ്ട് എന്ന് അതിൻ്റെ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് അതൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാതാവിൻ്റെതായ വഴിയിലൂടെ വലിയ സാക്ഷ്യങ്ങൾ ഈ ആൾത്താരിൽ കൊണ്ടുവരുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ലഭിച്ച ഈ കുഞ്ഞുങ്ങളെ പ്രതിയും അതിനേക്കാൾ അപ്പുറം ഈ ഉടമ്പടി നിയോഗത്തിൽ പരിശുദ്ധ അമ്മ കാണിച്ച കാരുണ്യത്തെയും ദൈവപിതാവ് നൽകിയ അനുഗ്രഹങ്ങളെയും എല്ലാം പ്രതി
നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡോ പി എൽ. ഞാൻ ബാംഗ്ലൂർ കെങ്കേരി സെൻറ്റ് വിൻസെൻ്റ് ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയുടെ നിയോഗങ്ങളിൽ 3 കാര്യങ്ങളാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. ഒന്ന്, എൻ്റെ മകൻ്റെ ജോലി സംബന്ധമായിട്ടൊരു കാര്യം, അത് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ഒരു ദിവസം കൂടി ഇവിടെ പുറത്ത് റൂം എടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം കൂടി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് വൈകിട്ട് അച്ഛൻ എല്ലാവരുടെ തലയിലും കൈവച്ച്, ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാവരുടെ തലയിൽ നിന്ന് തൊട്ട് പോകുമായിരുന്നു. അങ്ങനെ തൊട്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഇപ്പോൾ പറയേ, അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അപ്പം ഞാനതിങ്ങനെ പറഞ്ഞത്, ദൈവമേ നിനക്ക് ഇഷ്ടമാണ് ഞാൻ പൊക്കോട്ടെ, അല്ലെങ്കിൽ അത് നിർത്തി തരണമെന്നായിരുന്നു. പക്ഷേ ആ സമയം തൊട്ട് പിന്നെ അവനത് ആ ജോലിക്ക് പോയിട്ടില്ല. അത് എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അപ്പം ഞങ്ങൾ പിന്നെ ആ ഒരു വർഷം ഞങ്ങൾ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബൈബിൾ വായിച്ചും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടെ നിന്ന് ലഭിച്ച പത്രങ്ങൾ, പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പള്ളികളിലും അങ്ങനെ മറ്റുള്ള പലർക്കും ഒക്കെ ഞങ്ങൾ മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ആൾത്താര സ്ഥലമാണ് കൃപാസനം, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ഇതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കാറ്. അത് അങ്ങനെ പിന്നീട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലെ ഗ്രൂപ്പിലെ ഒരു ബൈബിള് വായിക്കാനുള്ള ഒരു സംരംഭം തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും ഒരു വർഷത്തിലത്തെ വർഷം മുഴുവൻ കൊണ്ട് ബൈബിള് വായിച്ചു തീർക്കാനായിട്ട് നിശ്ചിത സമയം ബൈബിള് വായിക്കാനായിട്ടുള്ളൊരു ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതിൽ 22ഓളം പേര് ബൈബിള് വായിക്കുകയുണ്ടായി. പിന്നെ അത് ഒരു വർഷം അങ്ങനെ നടന്നുപോയി. ഞങ്ങൾ അടുത്ത് ഉടമ്പടി വന്ന് പുതുക്കി അതിന് ശേഷം ഞങ്ങളുടെ വീടിനുള്ള ആഗ്രഹം ഉടമ്പടി പുതുക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി, നീ പോയി സ്ഥലം അന്വേഷിക്കുക. അപ്പോൾ ഞങ്ങൾ പ്രായോഗികമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് തീർത്തും പ്രായോഗികമല്ല. കാരണം ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സ്ഥലം കിട്ടണമെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ വേണം. അപ്പോൾ ഞങ്ങളുടെ തുച്ഛമായിട്ടുള്ള പൈസ 2 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആ ഒരു പ്രേരണ മൂലം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ തന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ ഒരാൾ എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറി കുത്തിയിരുന്നു. ഈ വ്യക്തി ഞങ്ങളെ കൊണ്ടുപോയി 3 സ്ഥലങ്ങൾ കാണിച്ചു തന്നു. ഈ 3 സ്ഥലത്തിൽ ഒരു സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സ്ഥലത്ത് വിശുദ്ധ തൈലവും വെഞ്ചരിച്ച് തന്ന ഉപ്പും അങ്ങനെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് തരുന്ന സ്ഥലമാണെങ്കിൽ മാത്രം ഇത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിലും ഒരു 7 ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ പലരായിട്ട് ഞങ്ങൾക്ക് യാതൊരു രൂപ പലിശയോ ഒന്നുമില്ലാതെ തന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ തുടർന്നുള്ള ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ ഞങ്ങൾ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് വീട് പണിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉപവാസിച്ചും മറ്റും പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയും ഒക്കെ ഞങ്ങൾ ഈ അനാഥരെ പോയി സന്ദർശിക്കലും ഒക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അതിൽ നിയോഗം വെച്ചത് എനിക്ക് ഒരു നിത്യവരുമാനത്തിനായിട്ട്
അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ സപ്ലൈ ആണ്, കടകൾ തോറും ഇറങ്ങി വണ്ടിയിൽ പോയിട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് പ്രായോഗികമല്ലാതെ വരും. അപ്പോൾ നിത്യ വരുമാനത്തിനായിട്ട് ഞങ്ങൾക്കൊരു ബിസിനസ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി ചെന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഒരു ചേച്ചി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ഒരു 3 ലക്ഷം രൂപ വായ്പ കിട്ടാനുള്ള സംവിധാനമുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ല, കാരണം ഞാൻ തുടങ്ങിയ ബിസിനസ് ഹാർഡ്വെയറിൻ്റെ ഒരു ഷോപ്പാണ്. ബാംഗ്ലൂരിലൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയുള്ളത് 25 ലക്ഷം 26 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ്. ഈ ബിസിനസ്സാണ് ഞാൻ ഈ 3 ലക്ഷം രൂപ എനിക്ക് വായ്പ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ശരി, ഞങ്ങളതിൽ പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപയെ ഞങ്ങൾക്ക് ലോണായിട്ട് കിട്ടിയുള്ളൂ. ഈ പൈസയും വെച്ച് ഞാൻ എന്നിട്ട് കടകൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ കടകൾ കാണുമ്പോൾ അതിന്മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ച് നോക്കും. എന്നിട്ട് ബൈബിളിൽ യെസ് ഓർ നോ എഴുതി വയ്ക്കും. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോൾ ചില കടകൾ നോക്കുമ്പോൾ നോ കിട്ടും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗത്തേക്ക് പിന്നെ നോക്കില്ല. അങ്ങനെ യെസ് കിട്ടിയ ഒരു കട ഞങ്ങൾ പോയി അന്വേഷിച്ച് അതിന് 50,000 അഡ്വാൻസ് കൊടുത്തു. ബാക്കിയുള്ളത് ഞങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയാണ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ച് ആ കട ഇന്നിപ്പോൾ 2.5 കൊല്ലം പിന്നിടുമ്പോൾ അത് ഒരു വലിയൊരു സംരംഭമായിട്ട് നിൽക്കുന്നു. കടയിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന 90% സാധനങ്ങളും ഞങ്ങൾ അവർക്ക് കൊടുക്കണോ, ഞങ്ങൾ ജീവിത ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അതിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി വീടായിട്ടില്ല. അപ്പോൾ വീടായിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന വീണ്ടും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ ഞങ്ങൾ കുറച്ചുകൂടി ആഴപ്പെടുത്തി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾ നോക്കും പെട്ടെന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്ന സ്ഥലം പെട്ടെന്ന് വിറ്റുപോയി. അത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ വിറ്റുപോയപ്പോൾ ഞങ്ങളെന്തോ കുടുംബത്തൊക്കെ എന്തോ അഹിതം സംഭവിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നീട് മനസ്സിലായത്. ആ വിറ്റുപോയതിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞൊരു വീടോടുകൂടി സ്ഥലത്തിനായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. പക്ഷേ കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവായിട്ട് വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, എനിക്ക് വീട് കിട്ടാതെ മത്സ്യ ആദികൾ ഞാൻ കഴിക്കില്ല എന്നുകൊണ്ടൊരു തീരുമാനം എടുത്ത്. അത് ദൈവസ്നേഹത്തോടു കൂടി എടുത്ത തീരുമാനമല്ല, വിഷമത്തോടു കൂടി എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ അത് ഒരാഴ്ച അങ്ങനെ കടന്നു പോകുമ്പോഴത്തേനും എനിക്ക് തന്നെ അനുതാപം ഉണ്ടായി. ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ ദൈവത്തിനോട് മാപ്പ് ചോദിച്ചു, കുമ്പസാരിച്ച് തിരിച്ച് 3-ാമത്തെ ദിവസം എനിക്കൊരു വീടോടുകൂടി ഒരു സ്ഥലം കാണിച്ചു തന്നു. ആ സ്ഥലം ഞങ്ങളെല്ലാവരും പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ ബൈബിളിൽ യെസ് ഓർ നോ എഴുതി വെച്ചിട്ട് അത് യെസ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പഴയ സ്ഥലം വിറ്റ് എൻ്റെ ആകെ 16 ലക്ഷം രൂപയുള്ളൂ. ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ 41 ലക്ഷം രൂപ വേണം. ഞങ്ങളുടെ കയ്യിൽ തീരെ പൈസയില്ല. അപ്പം ഞങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥന ശക്തിപ്പെടുത്തി. പിന്നെ അതിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ട ദിവസമൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്വരച്ചർച്ചകൾ വന്നു തുടങ്ങി. ഇത്രയും വലിയ തുകയ്ക്ക് ഇങ്ങനെ ഒരു ബാധ്യത എടുത്തിട്ട് ഉള്ളതും കൂടി പോവും എല്ലാം അങ്ങനെയുള്ളൊരു സംസാരമായി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ഇത് പറ്റാതെയായി. അങ്ങനെ ഞാനൊരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഈ ടെൻഷൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ അപ്പുറമാണ്, എനിക്ക് പറ്റുന്നില്ല. നീ അമ്മ ഒന്ന് എന്നെ ആശ്വസിപ്പിക്കണം, എനിക്ക് എന്തെങ്കിലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തിനൊന്നും വേണ്ടിയല്ല, എനിക്ക് ഇത് നടത്തണോ വേണ്ടതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമ്മയിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു ഒരു നല്ല, ഞാൻ ഇന്നോളം അനുഭവിക്കാത്ത അത്രയും കട്ടിയിലുള്ളൊരു കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം അങ്ങനെ അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മേരെ ആ ഫ്രണ്ട് ഭാഗം മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ആ വസ്ത്രത്തിൻ്റെ ഭാഗം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ ഞാനന്ന് പിന്നീട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാലത്ത് എണീച്ചപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഉണ്ടായില്ല. ഞാൻ ഫുള്ള് ടെൻഷനിൽ നിന്ന് മോചിതനായി. 5 ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം
പിന്നെ 16 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ ഞങ്ങളുടെ അങ്ങനെയും ചിലവായി പോയി. 10 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപയുള്ളൂ, 41 ലക്ഷം രൂപ വേണം. അപ്പോൾ 41 ലക്ഷം 5 കൊടുത്തു കഴിഞ്ഞാൽ 26 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. ഇതിനൊരു വഴിയും കാണാനില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു. അപ്പോൾ ടെൻഷൻ പിന്നെ മാതാവ് എടുത്തു മാറ്റിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു. അങ്ങനെ പിന്നെ വഴി എന്താ ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർട്ടി ഇങ്ങനെ കയറി വന്നു, നിങ്ങൾക്ക് ലോണ് ശരിയാക്കി തരാം പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്പുരാനോടൊന്നും ആലോചിക്കാനൊന്നും പോയില്ല, പെട്ടെന്ന് പൈസയുടെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ കയറി യെസ് പറഞ്ഞു. അവർ ലോണിന് വേണ്ടി പ്രൊസീജിയർ നടത്തി. ഒരു 10-16,000 രൂപ ഞങ്ങൾക്ക് ആ വഴിക്ക് ചിലവായി. എന്നിട്ട് അവർ 22 ലക്ഷം രൂപ ലോണ് പാസ്സാക്കി തന്നു. 22 ലക്ഷം രൂപ പാസ്സാക്കി തന്നത് 13.25% പലിശയ്ക്ക്. പിന്നീട് വേണമെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ ഇനിയും പലിശ കൂടാം. അപ്പോൾ 22 ലക്ഷം രൂപ 20 കൊല്ലം ഞാൻ കെട്ടി തീർക്കുമ്പോൾ 66 ലക്ഷം രൂപ കെട്ടണം. ഈ കെട്ടിക്കഴിഞ്ഞിട്ട് പോരാതെ ഇനിയും പലിശ കൂടുകയാണെങ്കിൽ 2, 3 അല്ലെങ്കിൽ 5 കൊല്ലം ഇനി ലോണിൻ്റെ കാലാവധി നീണ്ടുപോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എസ് ഓർ നോ എടുത്തു. ഈശോയോട് ചോദിച്ചു. ഞങ്ങൾക്ക് നോന്ന് കിട്ടി, ലോൺ എടുക്കണ്ടെന്ന്. ഇപ്പോൾ ഈ കിട്ടണ ദിവസം ഞങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നതിൻ്റെ തലേദിവസമായിരുന്നു. എന്ന് വെച്ചാൽ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഞങ്ങൾ എസ് ഓർ നോ എടുക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ വേറൊരു വഴികളുമില്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥലം തരുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ സമയം നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ അത്ര പൈസ നിങ്ങൾ എക്സ്ട്രാ തരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിഷമായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ ലോണ് വേണ്ടാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ പല ബന്ധുജനങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ ഒന്ന് വിളിച്ച് പിറ്റത്തെ ദിവസം തന്നെ, അതായത് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരുവിധം വേണ്ടത്ര പൈസയൊക്കെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അവസാന നിമിഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ട അന്ന് 1 മണിക്കൂർ ബാക്കി നിൽക്കുക 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന നേരത്ത് ബാങ്കിൽ പൈസ വന്നു കിടക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് ഡ്രോ ചെയ്യാനായിട്ട് ഒരു മാർഗവും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ അവസാന നിമിഷമായി, ഒരു 10-15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിചയമുള്ള ഒരാളെ ഞങ്ങൾ വെറുതെ, എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, ഈ അങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നു. എനിക്കൊരു 2 ലക്ഷം രൂപയാണെന്ന് ഞാൻ അങ്ങനെ വെറുതെ അയാളോട് പറഞ്ഞുള്ളൂ. 4 കെട്ട് പൈസ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് എടുത്തു തന്നിട്ട് നിൻ്റെ കാര്യം നടത്തുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാനവിടെ കാര്യം നടത്തി. അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് 12 മണിയാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സമയം തന്നിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റ് ബാക്കിയുള്ള മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ കയറി അതിന് മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് ഞങ്ങൾക്ക് തമ്പുരാൻ ആ സ്ഥലം അനുഗ്രഹിച്ചു. ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷിയായിരുന്നു. പിന്നെ തുടർന്നും ഞങ്ങൾ ഉടമ്പടിയിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിരവധിമായ, ഇതിവിടെ ഒന്നും പറഞ്ഞാൽ തീർക്കാനൊന്നും പറ്റില്ല, അത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു. പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞാൻ മുമ്പ് തൊട്ടേ പരിശുദ്ധ കുർബാനയൊക്കെ കൂടുമായിരുന്നു. പക്ഷെ അത് വെറും കൂടൽ മാത്രമായിരുന്നു. അതേപോലെ കുമ്പസാരിക്കുമായിരുന്നു. 2 ആഴ്ചയൊന്നും കുമ്പസാരിക്കില്ലായിരുന്നു. പേരിന് ഒരു 5-6 മാസമൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ എൽസൊക്കെ ഭാര്യ നിർബന്ധിക്കുന്നത് കൊണ്ടൊക്കെ പോയി കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ മാറിപ്പോയി. പരിശുദ്ധ കുർബാന എന്താണ്, പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടും എന്താണ് നടക്കുന്നതെന്നുള്ളതും പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ കുർബാനകൾ ചൊല്ലി, കുറേ അധികം കുർബാനകൾ, 1 വർഷമൊക്കെ നീണ്ടു നിന്ന് കുർബാനകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു ഉണർവുണ്ടായി. എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ നേരത്തെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പല ദേവാലയങ്ങളിൽ പലയിടത്തും കൊണ്ടുചെന്ന് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്ന ഈ പത്രം ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു വലിയ അനുഭവമായിരുന്നു. ഞങ്ങളോടൊരു സഹോദരൻ, അതായത് കന്നഡ സഹോദരനാണ്, ഞങ്ങളോട് പറഞ്ഞു, ഈ
പത്രം, ബൈബിള് ഒന്നാമത്തെ ദൈവവചനം, രണ്ടാമത്തെ ദൈവവചനമാണ് ഈ ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന സാക്ഷ്യപത്രം. ഇത് രണ്ടാമത്തെ ബൈബിളാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ പത്രം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടണു. ഞങ്ങളുടെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഒക്കെ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുത്തും മറ്റൊക്കെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാറുണ്ട്. പൊതിച്ചോറുണ്ടാക്കിയിട്ട് ബാംഗ്ലൂരിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ക്ഷേമ മൈൻഡ് കെയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ ഒരു 10-50ഓളം അന്തേവാസികളുണ്ടായിരുന്നു. അവരുടെ കൂടെ അവർക്ക് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ തന്നെ പാകം ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുത്ത് ഞങ്ങൾ അവരുടെ കൂടെ ഹാഫ് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. ചിലവ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല, ആഘോഷിച്ചു ശരിക്കും. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുഷ്ഠരോഗികളുടെ ആശ്രമത്തിൽ പോയി. ഞങ്ങളവിടെ അവർക്ക് വേണ്ടി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു കാശുരൂപം വഴി ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അനുഭവം പറയാം. അത് എൻ്റെ ഭാര്യ എൽസി പറയും. ജൂൺ 7-ാം തീയതിയാണ് ഞങ്ങളുടെ വീട് വെഞ്ചരിക്കുന്നത്. പുതിയതായിട്ട് മാതാവ് തന്ന വീട് വെഞ്ചരിക്കുന്നത്. ജൂൺ 13-ാം തീയതി അന്തോണിസ് പുണ്യാളൻ്റെ പെരുന്നാളായിരുന്നു. അന്ന് ഞാനും മോളും കൂടിയിട്ട് MSc ക്രൈസ്റ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി പോയി. അപ്പോൾ ഇങ്ങനെ പ്രത്യേക അവസരങ്ങളിലൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് കൈ പിടിച്ചോളൂ എന്ന് പറയണ കാരണം അവൾ ഹാൻഡ് ബാഗിൽ കാശുരൂപം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബാഗിൽ. ഞങ്ങൾ കോളേജിൽ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവളുടെ ആ ബാഗിൽ ഒരു ഡോക്യുമെൻറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് അയാൾ ചോദിക്കുകയാണ്, അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ ചോദിക്കുകയാണ് ഡോക്യുമെൻറ്റ്സൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ലാപ്ടോപ്പോ ഡോക്യുമെൻറ്റ്സോ ഒന്നും ആ ബാഗിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അവളുടെയും പഴയ ഒരു കേടായ ഫോണുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ മാതാവിൻ്റെ കാശുരൂപമാണ് അതിലുള്ളത്. അങ്ങനെ വേഗം വീട്ടിലേക്ക് വിളിച്ച് പപ്പേനെ വിളിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഈ പുതിയ സ്ഥലമായ കാരണം ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങൾ ബസ്സിലാണ് പോയിരുന്നത്. വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ പെയ്തു. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ മുഖത്തേക്ക് വെള്ളം ഭയങ്കരമായിട്ട് ശക്തമായി വീണപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്ത ടെൻറ്റിൽ കയറി നിൽക്കാം, കടകളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൾ കറക്റ്റായിട്ട് റോട്ടിൽ കൂടെ തന്നെ കയറി. ഞാൻ നോക്കുമ്പോൾ ഷോർട്ട് കട്ട് പോലെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അതുകൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴേക്കും അപ്പോൾ എൻ്റെ തോളിലാണ് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നത്, മാതാവിൻ്റെ കാശുരൂപമുള്ളത്. സാധാരണ എൻ്റെ തോളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇവർ അമ്മ വേഗം നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് എല്ലാ സാധനങ്ങളും പിടിക്കാറ്. എന്നെ എൻ്റെ കയ്യിലൊന്നും തരാറില്ല. അന്ന് ബസ്സിൽ സീറ്റ് കിട്ടിയിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് ഇവളെൻ്റെ കയ്യിൽ ബാഗ് തന്നത് കാരണം എൻ്റെ തോളത്ത് ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ കുഴിയിലേക്ക് വീഴുകയാണ്. ആ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുഴിയാണ്. ചെളിയൊക്കെ നിറഞ്ഞിട്ട് വേസ്റ്റൊക്കെ നിറച്ചിട്ടിട്ട് ഏതോ കാലത്ത് കുഴി കുത്തിയിട്ടില്ലാന്ന് തോന്നിട്ട് ഭയങ്കര വലിയ കുഴിയത്. ചെളി നിറഞ്ഞിരിക്കുന്ന കാരണം ഈ മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ നേരെ തന്നെ പോയിരുന്നത്. കുണ്ടിലേക്ക് വീഴുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് കാരണം നേരെ തന്നെയാണല്ലോ, അപ്പോൾ റോഡൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നത്. പക്ഷേ ഞാൻ നടന്നു പോകുമ്പോഴേ ആ കുണ്ടിലേക്ക് വീണു. ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളി, കറുത്ത ചെളി നിറഞ്ഞിട്ട് അവിടെ ഈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലമായ കാരണം അവരതിൻ്റെ ബാക്കിയൊക്കെ അതിലേക്ക് ഇടലും ഒക്കെ. അപ്പോൾ അത്രയും വൃത്തികെട്ട കുഴിയായിരുന്നത്. ഞാനതിലേക്ക് വീണു. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ അങ്ങനെ താന്നുകൊണ്ടിരിക്കുക, പതുക്കെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാനൊന്നും മിണ്ടുന്നില്ല. സാധാരണ നമ്മൾ മരിക്കാൻ പോകുമ്പോൾ രക്ഷിക്കണം അല്ലെങ്കിൽ കൈ കാലിട്ടടിക്കുക അതൊക്കെ ചെയ്യും. പക്ഷെ ഞാനൊന്നും മിണ്ടുന്നില്ല. 2 കൈയും എൻ്റെ താഴ്ന്നു പോയി, നെഞ്ച് വരെ താഴ്ന്നു. ഇവളപ്പോഴാണ് ആ ഷെഡിലേക്ക് ഇവൾ എത്തിയിട്ടില്ല, ആ കടയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അതിനൊക്കെ മുന്നേ ഇവൾക്ക് എന്തോ മാതാവ് തിരിഞ്ഞു നോക്കാൻ തോന്നി. ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ചെളിയിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുക. ഇവൾക്ക് എന്താ ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇവളും വന്ന് ആ കുഴിയിലേക്ക് എടുത്ത് ചാടി. എനിക്കപ്പോൾ ഒരു ബോധമില്ലാത്ത പോലെയായിരുന്നു. ഞാൻ കൈ കാലിട്ട് അടിക്കാൻ രക്ഷിക്കണേന്ന് പറയും. ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിന് ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല. ചുറ്റുവട്ടത്ത് ആൾക്കാർ കടയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഞാൻ ഈ കുഴിയിൽ വീണതാണോ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇവളെടുത്ത് ചാടി, ഇവൾ ഓടിയിട്ടിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവൾ ഓടിയിട്ടു.
അപ്പോൾ ഓളിയിടുമ്പോഴാണ് എനിക്കൊരു ഉണർവ് വരണേ, ദൈവമേ കുട്ടിയും ചാടിയില്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം മരിച്ചു പോവുമല്ലോ, ദൈവമേ എന്ത് ചെയ്യും, ആരും രക്ഷിക്കാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് ഈശോനെ മാതാവിനോട് അങ്ങനെ വിളിച്ച് കരയേ, ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലാവില്ല ഞാൻ എന്താണ് അതങ്ങനെ ഒന്നും ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവള് വന്ന് ചാടുമിക്ക് എൻ്റെ കഴുത്തറ്റ ഇവിടെ വരെ ചെളി നിറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ മുങ്ങിപ്പോവുക ചെയ്യണം, ഞാൻ മിണ്ടണമില്ലല്ലോ. അപ്പോൾ ഇവള് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ആരോ താഴ്ത്തുനിന്ന് തള്ളി പിടിച്ച് നിൽക്കണ പോലെ എനിക്കൊരു ഫീൽ വന്നു. ഞാനത് ഇവളാന്ന് വിചാരിച്ചത്. വലിയ കുഴി കാരണം ഇവൾ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവള് ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ആൾക്കാരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കഴുത്ത് വരെയായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. എന്നെ ബാക്കിൽ നിന്ന് ആരോ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയാണത് മാതാവാണ് എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഇവളാണ് എൻ്റെ കൈ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ എന്നെ പിടിച്ച് കയറ്റി, അതിൻ്റെ പിന്നാലെ ഇവളിനെയും പിടിച്ച് കയറ്റി. അവിടെ കയറി നോക്കുമ്പോൾ നമ്മളൊരു കക്കൂസക്കുണ്ടിയിൽ നിന്ന് കയറിയ പോലെയാണ് എന്നെ ഇവളിനെ നോക്കുമ്പോൾ. കാരണം ഞങ്ങളുടെ മണ്ണെടുത്തിട്ട് പാകില്ല, ചെളി നിറഞ്ഞിട്ട് ആകെ കൂടി ഭയങ്കര ഒരു വിഷമവും ഇതും. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാലും ഓട്ടോറിക്ഷയിൽ വീട്ടിൽ വന്നാൽ മതി എന്ന് വിചാരിച്ചു. കുറേ ഓട്ടോറിക്ഷ അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഒരു ഓട്ടോറിക്ഷ പോലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. കാരണം അവർക്കറിയാം ചെളിയിൽ വീണവരാണ്, ഭയങ്കരമായിട്ട് മണ്ണെടുക്കും, അവരുടെ ഓട്ടോകളൊക്കെ നാശമാവെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഞാനിങ്ങനെ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ എവിടെ നിന്നാണെന്ന് അറിയില്ല അങ്ങനെ വന്ന്. അപ്പോഴേക്കും ഇവള് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ വീണു ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവളെ കാണുമ്പോഴേ അറിയാം ചെളിയിൽ മുങ്ങിയിട്ട് അങ്ങനെ കറുത്തോട്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും, മണ്ണെടുത്തിട്ടും പാകില്ല. അങ്ങനെ അയാൾ പറഞ്ഞു വേഗം അമ്മേനെ പിടിച്ച് കയറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞങ്ങളെ പിടിച്ച് കയറ്റി ഞങ്ങളുടെ രണ്ടാളിന് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോഴാണ് മാതാവൊക്കെ ചെളിയിൽ മുങ്ങി ബാഗിലിരിക്കുന്നു. പക്ഷെ വേറൊരു ലാപ്ടോപ്പോ ഡോക്യുമെൻറ്റ്സോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. മാതാവിനെ അറിയായിരുന്നു ഇങ്ങനൊരു അപകടം ഉണ്ടാവുമെന്നും അതിൽ രക്ഷിക്കണമെന്നും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം, ഞാൻ മരിച്ചു പോവായിരുന്നു. ഇവളും പെട്ടെന്ന് കുഴിയിലേക്ക് എടുത്ത് ചാടി, അങ്ങനെ മരിച്ചു പോകാമായിരുന്നു. അത്രയും വലിയ അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ മുൻപിൽ ആൻറ്റോ എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എത്ര വ്യക്തമായിട്ടാണ് ചെയ്തതെന്ന്. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതവും ഉപവാസവുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടതായിട്ടും ഇവരുടെ നിയോഗങ്ങളിൽ ഉത്തരമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ ഓരോ പോയിൻറ്സും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരൻ പറയുന്നുണ്ട് ഇവർക്ക് പൈസ ഇല്ലായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഭവനം മേടിക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ ഉടമ്പടിയിൽ സാധാരണ പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ അമ്മ നമ്മളോട് ചേരുമ്പോൾ നമുക്കത് ആ ഒരു കാര്യം ഭാരലഘുത്വത്തിൽ മനസ്സിലാകുന്നതായിട്ട് ഇവരുടെ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ വളരെ കൂളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ആ കാര്യങ്ങളെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രസൻസും കമ്മ്യൂണിക്കേഷനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടുമൊക്കെ ഈ സഹോദരന് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, സമയ ചുരുക്കത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, സംരക്ഷണം അതൊക്കെ ഇവർക്ക് വളരെ പ്രകടമായിട്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ സഹോദരൻ പറഞ്ഞു കൃപാസനം പത്രം കൊടുത്തപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ഇത് സുവിശേഷം, രണ്ടാമത്തെ സുവിശേഷമായിട്ട് കാണുന്നുവെന്ന് ഈ സഹോദരൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ പരസ്യജീവിത കാലത്ത് 30 മുതൽ 33 വയസ്സ് വരെ ഈശോ പരസ്യജീവിതം നടത്തിയപ്പോൾ നമുക്കറിയാം ഈശോ ഒത്തിരിയേറെ വ്യക്തികൾക്ക് സൗഖ്യമായിട്ട് കടന്നു വന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഈശോ കടന്നു വന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം വായിക്കുമ്പോൾ മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും ഒക്കെ വായിക്കുമ്പോൾ ഈശോയുടെ ഈ വലിയ കരുതലിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ രോഗങ്ങളിൽ സൗഖ്യമായിട്ട്
ഭാഗമായിട്ടുമൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം നൂറ്റാണ്ടിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത്. എത്ര വലിയ സാക്ഷ്യങ്ങളാണ് രോഗസൗഖ്യത്തിൻ്റെ, അതുപോലെ തന്നെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ഒത്തിരിയേറെ വ്യക്തികളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നവനായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലും ബോധ്യവുമാണ് കൃപാസനം പത്രം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോസ്ഫീന ജോസഫ്. ഞാൻ ഗുരുവായൂര് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അമ്മ മാതാവ് തന്ന സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മകനും മരുമകളും കുറച്ച് പിണക്കത്തിലായി പോയി. അവർ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് 3 കൊല്ലമായി. അപ്പോൾ ഉടമ്പടിയിലെ ആരാധനയും മറ്റെല്ലാ പ്രാർത്ഥനകളും ഞാൻ പണിയെടുക്കുമ്പോൾ അടുക്കളയിൽ വെച്ച് കേൾക്കും. പക്ഷേ അവർ വിചാരിക്കുന്നത് ഞാൻ പണിയൊന്നും എടുക്കണില്ല, ഞാൻ പ്രാർത്ഥന കേട്ട് തന്നെ ഇരിക്കണേ എന്നാണ്. അവരെന്നെ കുറ്റപ്പെടുത്തി എന്നെ ഒറ്റയ്ക്കാക്കി അവർ വേറെ വീട്ടിലേക്ക് പോയി വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ മാതാവേ, ഞാനൊരു തെറ്റും ചെയ്യണില്ലല്ലോ, ഞാൻ പണികളൊക്കെ എടുക്കണ്ടല്ലോ, എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് എല്ലാ പണികളും എനിക്ക് ചെയ്യാൻ ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. എനിക്ക് 60 വയസ്സായി. ഞാൻ എല്ലാ കാര്യവും 1.5 കിലോമീറ്റർ നടന്നാണ് ഞാൻ പള്ളിയിലേക്ക് എന്നെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെ മകൻ പറഞ്ഞപ്പോൾ മരുമകളും അതിന് സൈഡായി. അപ്പോൾ അതിനുശേഷം എൻ്റെ മകൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അവർ വേറെ വീട്ടിലേക്ക് ഇപ്പോൾ പോയി. അപ്പോൾ അവൻ പോയി ഉടമ്പടി ഇവിടെ വന്ന് എടുത്തു. അവന് ജോലി കിട്ടി. അപ്പോൾ അവൻ ജോലി കിട്ടിയപ്പോൾ അവന് ഉടമ്പടിയിൽ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മരുമകൾ ഉടമ്പടി എടുത്തു. അപ്പോൾ മരുമകൾ ഉടമ്പടി ടീച്ചറാണ്, മകൻ എൻജിനീയറാണ്. അപ്പോൾ മരുമകൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം മരുമകളുടെ അമ്മയും പോയി ഉടമ്പടി ഇവിടെ വന്നെടുത്തു. അങ്ങനെ അവർ ഉടമ്പടിയിലായി. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെയാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞാൻ എല്ലാ ശനിയാഴ്ചയും എൻ്റെ മകനെയും കുട്ടികളെയും കാണാൻ ഒരു വീട്ടിലേക്ക് പോകും. അവരിങ്ങോട്ട് വരില്ല, എൻ്റെ ആധാരം അവരെ പേരിലാക്കി കൊടുത്താലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മക്കളേനെ ഇങ്ങോട്ട് വരുത്തി തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ യാതൊരു ഉടമ്പടിയും കാര്യം കൂടും പറയാതെ ആ മകൻ പറഞ്ഞു, നീ വായോ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ മതി എന്ന് മരുമകളോട് പറഞ്ഞു. മരുമകൾ കുറച്ച് വഴങ്ങിയില്ല, എങ്കിലും അവൻ പറഞ്ഞതനുസരിച്ച് മക്കളും മോനും മരുമകളും കുട്ടികളും എൻ്റെ കൂടെ വന്ന് ഇപ്പോൾ താമസമായി. ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു. മരുമകളും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകണു. അവളും വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഇവിടെ നിൽക്കാനുള്ള ഒരു കൃപ തന്നു. ഞാൻ ഇലക്ട്രിക്കിൻ്റെ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകേണ്ടതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വൈറ്റ് വാഷ് ചെയ്യാൻ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 നില വീടാണ്. അപ്പോൾ വലിയ കോണിയാണ് വാങ്ങിച്ച് വെച്ചിരുന്നത് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യണ ചെക്കൻ പറഞ്ഞു, ചേച്ചി അത് തെങ്ങുമ്മക്ക് ചാരി വെക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിവിട്ടിട്ട് ഞങ്ങളുടെ റോഡിൽ 4 ലൈൻ പോകേണ്ട ഇലക്ട്രിക് കമ്പ് അവിടേക്ക് ചാഞ്ഞ് പോയിട്ട് വീണ്ടും അത് വന്ന് തെങ്ങുമ്മ വന്ന് വീണു. ആ കുട്ടി ഓടി ചാടി വീണ് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കുമ്പോഴേക്കും ഈ കോണി എൻ്റെ തെങ്ങിൽ തന്നെ വന്ന് ഒളം ചാടി പോയിട്ട് വീണ്ടും അവിടേക്ക് തന്നെ വന്നു. അങ്ങനെ എന്നെ വലിയ അപകടത്തിൽ നിന്നും എൻ്റെ അമ്മ മാതാവ് രക്ഷിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു 1.5 കൊല്ലമായിട്ട്. നൈലോണ്ട് യാതൊരു ഇന്നേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പുറത്ത് ചൊറിയും, കടിച്ച് ഞാൻ ഭയങ്കര കഷ്ടത്തിലായിരുന്നു. ധ്യാനത്തിന് പോയിട്ട് നേരം പച്ചവെള്ളം കോരി വീത്തിലായിരുന്നു പണി. അങ്ങനെ ഞാൻ വശം കെട്ടു, ഹോമിയോ ചെയ്തു, ആയുർവേദം ചെയ്തു. എനിക്ക് യാതൊരു ചൊറിച്ചിലിനും കുറവുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വിഷയങ്ങളൊന്നും ഉടമ്പടിയിൽ വെക്കാറില്ല, എൻ്റെ മക്കളുടെ വിഷയങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെക്കാറുള്ളത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉടമ്പടി വെക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ ചൊറിച്ചിലൊന്നും
മാറ്റി തരുമോ അമ്മേ, എനിക്ക് ചൊറിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 3 മാസമായി 90 ദിവസമായപ്പോൾ എൻ്റെ ചൊറിച്ചിൽ കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചൊറിച്ചിൽ ഇപ്പോൾ ചൊറിയണില്ല അല്ലേ എന്ന് അപ്പോഴാണ് ചിന്തിക്കണത്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ചൊറിച്ചിൽ മാറ്റി തന്നു. പിന്നെ എൻ്റെ അയൽവാസിയായിട്ട് ഞങ്ങൾ കുറച്ച് 1.5 വർഷമായിട്ട് പിണക്കത്തിലായിരുന്നു. ഈ റോഡിൽ കല്ല് കൊണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കല്ല് മാറ്റിയിട്, കാറും വണ്ടിയും അധികം ഉള്ളതല്ലേ, അതുകൊണ്ട് അത് മാറ്റുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അയൽവാസി. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ പോയി അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോഴേക്കും അത് വേറെ ഞങ്ങളുടെ സംഘടന ആൾക്കാർ വന്നിട്ട് അപ്പം തന്നെ അവരത് കല്ലൊക്കെ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ ഞങ്ങളോട് ദേഷ്യമായി, സംസാരമില്ല. തൊട്ട് മുന്നിലത്തെ വീടും ഞങ്ങൾ തമ്മിൽ യാതൊരു ടച്ചും ഇല്ല, മിണ്ടുമില്ല, ഒന്നുമില്ലാണ്ടേ. അങ്ങനെ അവരുടെ ഹജ്ജിന് പോണ മുസ്ലിംസ് വീട്ടുകാരാണ്. അപ്പോൾ ഹജ്ജിന് പോകണ സമയമായപ്പോൾ അവർ 2 പേരും വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് യാത്ര പറയലും അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ ഞാനും പോകുകയും അങ്ങനെ ഞങ്ങൾ രമ്യതയിലായി. പിന്നെ എനിക്കൊരു സാക്ഷ്യം കൂടി പറയാനുള്ളത്, എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു കവുങ്ങ് നിൽക്കുന്നുണ്ട്. അത് കവുങ്ങുള്ളത് ഉണ്ട്. പക്ഷേ ഞാൻ മുകളിലേക്ക് പോയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി മിഷീൻ അടിക്കാൻ വേണ്ടി വന്നു, ജോസ്ഫിൻ ചേച്ചി ഞാനതൊന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അവളെ കൂടെ മുകളിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾ അടിക്കണമെന്ന് ഞാനിങ്ങനെ സൈഡിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കവുങ്ങ് നടു പൊളിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ മേൽക്കൂര വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ വീഴും എന്ന് പറഞ്ഞ പോലെ നിൽക്കണം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ മാതാവാണ് എനിക്കത് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ വന്നിട്ട് അവർക്ക് ഞാനത് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം വന്നിരുന്നു. അപ്പം അമ്മ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അമ്മയെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പണിക്കാരനെ വിളിച്ചു, കയറ് കെട്ടി മുകളിലേക്ക് കയറ്റി ഊരാങ്കുടുക്ക് ഇട്ട് 5-6 ആണുങ്ങളെ വിളിച്ച് അത് ഞങ്ങളെ വീടിൻ്റെ മുകളിലേക്ക് യാതൊരു ആപത്തും വരാതെ ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ മറിച്ചിടിപ്പിച്ചു. ആ കുട്ടി അന്ന് അവിടെ ഉണ്ടായത് എൻ്റെ ദൈവത്തിൻ്റെ വിളി കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെ വലിയൊരു അപകടം അവരിൽ നിന്ന് എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്നു. ഇനി കുറച്ച് എൻ്റെ മരുമകനെ എൻ്റെ വീട്ടിലേക്ക് മകളെന്നെ നിർത്താൻ സമ്മതിക്കില്ല, അന്തി ഓർക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 14ാമത്തെ കൊല്ലാണ്, ആഗസ്റ്റ് 10-ാം തീയതി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ക്ഷണിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, അവിടെ ആളില്ല, വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എൻ്റെ മോൾക്ക് ഒരു അന്തി ഉറങ്ങാനെങ്കിലും അവൻ സമ്മതിക്കണേ, ഡാഡിയുടെ ചാത്തത്തിനെങ്കിലും അവൻ പറഞ്ഞയക്കാൻ തോന്നിക്കണേ അമ്മ മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു. മോളും വരില്ല, അവൻ്റെ മോളും വരില്ല. അവൻ പറഞ്ഞു കൊണ്ടോക്കോളാൻ പറഞ്ഞു. ഞാൻ പോയപ്പോൾ മരുമകൻ തന്നെ ഞങ്ങളെ എല്ലാവരെയും ഇവിടെ കാറിൽ കൊടന്നാക്കി തന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന അമ്മ മാതാവിനോടും തിരുക്കമ്മാനോടും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ ഭർത്താവ് CRPF പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും പൈസ വിധവകൾക്കും അഥവാ സാധനങ്ങൾ മേടിക്കാൻ കഴിവില്ലാത്ത വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് നോക്കിയിട്ട് 500 1000 ഞാൻ കൊണ്ടുകൊടുക്കും. പിന്നെ പഴയ സാധനങ്ങൾ തുണികൾ, നല്ല തുണികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റണ പിന്നെ പത്രങ്ങൾ ഞാൻ എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുക്കും, പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും. പിന്നെ തൈലം പുരട്ടി രോഗികളുടെ നെറ്റത്ത് കുരിശ് വരച്ച് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ പറമ്പിൽ 101 മന്ദബുദ്ധികൾ അനാഥരായിട്ടുള്ളവരുണ്ട്. അവരുടെ പ്രേക്ഷിത പ്രവർത്തന ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പോകും. അവരുടെ ബാത്റൂമുകൾ അവർ ഊണ് കഴിക്കുന്നത് അതൊക്കെ ഞാൻ കൂട്ടത്തിൽ കൂടി സഹായിച്ച് ക്ലീൻ ചെയ്യാനും പിടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ പോകും. ഇങ്ങനെയാണ് എൻ്റെ ഉടമ്പടി ജീവിതം. ഇനിയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ഇനി ജീവനുള്ളിടത്തോളം കാലം കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ദൈവം സാധിപ്പിച്ച് തരട്ടെ. അമ്മ മാതാവ് അതിനുള്ള കൃപ തരട്ടെ. എൻ്റെ കുറവുകളും വീഴ്ചകളൊക്കെ ഉണ്ട് എന്നിൽ ഉടമ്പടിയിൽ. അമ്മോട് പ്രത്യേകം അത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനം 94:18. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി.
ഇവിടെ ജോസഫിൻ ചേച്ചി പറഞ്ഞത് ആ കോണി വയ്ക്കുന്ന സമയത്ത് ഇലക്ട്രിക് ലൈനിലേക്ക് വീഴേണ്ടതായിരുന്നു. അത് കണ്ടു നിൽക്കുന്നൊരു പയ്യനുമുണ്ട്. എന്നാൽ അവിടെ ദൈവം കാത്തുരക്ഷിക്കുകയാണ്. അങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് വീഴുന്നു. വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപകട സമയങ്ങളിലൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഉടമ്പടിയിൽ വലിയ പ്രത്യേകത തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സഹായമുള്ളതുകൊണ്ടാണ് ഈ അപകടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ സഹായം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി പറഞ്ഞു, ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കൾ വഴക്കിട്ട് പോകുന്നു, പ്രാർത്ഥനയെ ചൊല്ലിയാണ് വഴക്കിട്ട് പോകുന്നത്. അങ്ങനെ ഒരു 2-3 വർഷത്തൊക്കെയുള്ള വഴക്കുകളാണ് ചേച്ചി ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രമ്യതയിലായി മാറുന്നത്. അവർ പോകുന്ന സമയത്ത് പിന്നെ ചേച്ചി ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ മക്കൾക്കും ഉടമ്പടി എടുക്കുവാനായിട്ട് താല്പര്യം തോന്നി. അവരും ഇപ്പോൾ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. നമ്മുടെ കഷ്ടതകളിൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സഹായം ചോദിക്കുമ്പോൾ വളരെ വേഗത്തിലാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. ഇത് ഞാനിവിടെ അൾത്താരയിൽ 3ാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ചാത്തനാട് ഇടവകയിൽ നിന്ന്, കോട്ടപ്പുറം രൂപത ചാത്തനാട് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് റാണി ആൻ്റണി എന്നാണ്. എൻ്റെ 2 മക്കളാണിത്, മൂത്തവളും ഇളയവളും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ ഈ ഇളയവൾ കഴിഞ്ഞ 2023 മെയ് മാസം 1-ാം തീയതി രാവിലെ അവൾ പള്ളിയിൽ നിന്ന് വന്നതാണ്. മുകളിൽ കയറിയപ്പോൾ സൺസൈഡിൽ നിന്ന് താഴേക്ക് വീണിട്ട് അവൾ വീണപ്പോൾ തന്നെ ഒച്ചയിൽ വിളിച്ച് പറഞ്ഞു, വീണു എന്നും പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ അവൾ വീണ് കിടക്കുകയായിരുന്നു. ഞാനും അവളുടെ അപ്പനും കൂടി എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് കിടത്തിയതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് അവളുടെ നടുവിനും എടുത്തപ്പോൾ തന്നെ അവൾക്ക് പറഞ്ഞു വേദനയുള്ളത് കൊണ്ട് ഞങ്ങൾ അനക്കാതെ കൊണ്ടുവന്ന് നേരെ കിടത്തുകയാണ് ചെയ്തത്. വേഗം തന്നെ തൈലം പുരട്ടുകയും ഉപ്പും അവൾക്ക് കൊടുത്തിരുന്നു. ഉടൻ ഞങ്ങൾ കുഴിപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു 7 എക്സ്റേ എടുത്തു. അതിൽ അവൾക്ക് ഫ്രാക്ചറുകളുണ്ട്, 4 പൊട്ടലും 4 അകൽച്ചയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഉടൻ തന്നെ ഞങ്ങളെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ ചെന്ന് CT എടുത്തു. CT എടുത്തപ്പോഴും പറഞ്ഞത് ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇടണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ഇവിടെ സ്കാനിങ്ങിനെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവൾക്ക് ഉപ്പും കൊടുക്കുകയായിരുന്നു, തൈലവും കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ കുഴിപ്പള്ളി ആസ്പത്രിയിൽ അവളെ ചെന്നപ്പോൾ അവൾ അവിടെ കിടന്നുകൊണ്ട് കാഷ്വാലിറ്റിയിൽ വെച്ച് സിസ്റ്റർ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ അമ്മയുടെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപമുണ്ട്, അതെനിക്ക് തരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പോകുന്ന വഴി തന്നെ അവളുടെ കയ്യിൽ കാശുരൂപം കഴുത്തിൽ ഇട്ട് കൊടുത്തിരുന്നു. അത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളുടെ വേദന കൊണ്ട്. അതിനുശേഷം അവൾ ആ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് അവിടെ കിടന്നിരുന്നത്. തിരിച്ച് ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളത്ത് വന്നപ്പോഴും അവൾക്ക് ഈ തൈലവും ഉപ്പും കൊടുക്കുമായിരുന്നു. കാശുരൂപം പിടിച്ച് സ്കാനിങ്ങിനൊക്കെ കയറ്റിയപ്പോൾ കുരിശ് വരച്ചാണ് ഞാൻ വിട്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. പിന്നീട് MRI എടുത്തിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ 2 പേരെയും, എന്നെയും അവളുടെ അപ്പനെയും വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് ഇപ്പോൾ തൽക്കാലം ഓപ്പറേഷൻ ചെയ്യേണ്ട, വലിയൊരു ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത്, കോസ്റ്റ്ലി ആകും, അപ്പോൾ അത് നമ്മൾക്ക് റിസ്ക്കാണ്. എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നാൽ പിന്നെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മളാകെ വിഷമിച്ചു. എന്നാലും എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ എന്ത് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നീടത് കൊണ്ടുവന്ന് റെസ്റ്റ് 5 ദിവസം മാത്രം മാതാവിൻ്റെ തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് അവൾക്ക് ഓപ്പറേഷൻ കൂടാതെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും 1.5 മാസം റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. വാക്കറിലാണ് 1.5 മാസം എൻ്റെ മോൾ നടന്നിരുന്നത്. അതിനുശേഷം 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് വരുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അന്നേരം നോക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. എന്നാൽ ചെക്കപ്പിന് ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ അവൾക്ക് സൗഖ്യം പ്രാപിക്കുകയും വീണ്ടും 2 മാസം റെസ്റ്റിലോടുകൂടി അവൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അടുത്തത് എൻ്റെ മൂത്ത മകളുടെ കാര്യമാണ്. ഇവള് TTC കഴിഞ്ഞിട്ട് 14 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഒരു ടെസ്റ്റ് പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. 2023 ഫെബ്രുവരിയിൽ എനിക്കങ്ങനെ തോന്നി ടീച്ചിങ് ജോലി കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ആ ടീച്ചിങ് ജോലിയുടെ എഴുതി വെച്ചു. പക്ഷേ ഇവരാദ്യമായിട്ടാണ്
മാർച്ചിൽ ഒരു ടെസ്റ്റിന് ഈ അപേക്ഷ കൊടുത്തു, കോർപ്പറേറ്റീവിൽ അപേക്ഷ കൊടുത്തു. പിറ്റേ മാസം അവളെ ടെസ്റ്റിന് വിളിച്ചു. പിന്നത്തെ മാസം മെയ് 3-ാം തീയതി അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അവൾക്ക് ഡെയിലി വേജസിൽ ജോലി കിട്ടി. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ പറയണ്ട, പെർമനൻ്റ് ആകട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ഈ വർഷം അവൾക്ക് ഈ അധ്യയന വർഷത്തിൽ ഡെയിലി വേജസിൽ തന്നെ ജോലി കിട്ടുകയും അവൾ ആ പേപ്പറുകളെല്ലാം കോർപ്പറേറ്റീവിൽ കൊടുക്കാൻ ചെന്നപ്പോൾ കോർപ്പറേറ്റീവ് മാനേജർ അവൾക്ക് അപ്പോയിൻമെൻ്റ് ഓർഡറാണ് കൊടുത്തത്, സ്ഥിര വേക്കൻസിയിലുള്ളത്. അപ്പം അങ്ങനെ എൻ്റെ മോൾക്ക് ഈ വർഷം സ്ഥിരമായിട്ട് ടീച്ചിങ് ജോലിയും കിട്ടി. കൂടാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിലൊരു ടെന്നീസ് ബോൾ ഉണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് മാറിയത്. കൂടാതെ ഞങ്ങളോട് തന്നെ അവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുകയും തൈലം ഉപയോഗിക്കുകയും ചെയ്യും. ഞാൻ കൃപാസനം പത്രം കൊടുക്കുന്നത് പേപ്പറിൽ തൈലം വെച്ച് കുരിശ് വരക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ ഉടമ്പടി കാശുരവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എൻ്റെ അയൽവക്കങ്ങളിലും മറ്റു സ്ഥലത്തും ഞാൻ പോകുമ്പോഴെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കൂടാതെ ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് 1000 മണി ജപമാല ജലം 4 സഹോദരിമാർ തമ്മിൽ ചേർന്ന് 4 പേരും 4 വീട്ടിലിരുന്നാണെങ്കിലും 250 മണി ജപമാല വീതം ചൊല്ലി ഞങ്ങൾ ഒരു ദിവസം 1000 മണി ജപമാല തീർക്കുന്നു. കൂടാതെ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തു. രണ്ടാമത്തെ പ്രാവശ്യം എനിക്കിപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ നേർച്ച വസ്തുക്കൾ കൊണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതുകൊണ്ടും എനിക്കും എൻ്റെ ഭവനത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ലഭിച്ചിട്ടുണ്ട്. പലരും പല അനുഗ്രഹങ്ങളും കിട്ടിയതായിട്ട് ഞങ്ങളോട് പറയാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, റാണി ആൻ്റണി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പറയുമ്പോൾ ഒരു ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നുവന്ന ഒരവസ്ഥയെക്കുറിച്ച് ഈ സഹോദരി പറയുന്നുണ്ട്. ഈ ആൾത്താരിയിൽ പറയുന്ന ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ഉടമ്പടി കൂട്ടായ്മ പ്രാർത്ഥനയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുവാനായിട്ട് ഉടമ്പടി കൂട്ടായ്മ ഒന്നുചേരുന്നതായിട്ട് നമ്മൾ സാക്ഷ്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ്. ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തീർത്തും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പകരമായിട്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നവീകരിക്കുവാനായിട്ട് ഈ കുടുംബം എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം. ആദ്യമായി ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്. എനിക്കിവിടെ നിന്നിങ്ങനെ പറയാൻ പോലും എനിക്ക് മേല് വറക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു സൈക്കിള് മാത്രമേ കയറി വരികയുള്ളൂ. ഇവിടെ വന്ന് ഞാൻ മാർച്ച് 19-ാം തീയതി വന്ന് 2019 മാർച്ച് 19-ാം തീയതി വന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തുമില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചോടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സാധിച്ചിട്ടില്ല ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി, രാത്രി ചെന്ന് കിടന്നപ്പോൾ എനിക്ക് തോന്നാണ് ഒന്നും കൂടി പോയി ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് 2ാമത് ഉടമ്പടി എടുത്തു. 2ാമത്തെ ഉടമ്പടിയിൽ ഞാൻ ആദ്യം കൂടുതൽ പ്രാർത്ഥിച്ചത്, എൻ്റെ മാതാവേ, എനിക്കൊരു മകനുണ്ട്, അവൻ പിള്ളേരുള്ള ഒരു വണ്ടി ഓടിക്കുന്നതാണ്, ഒരു വണ്ടി കയറി വരാൻ 3 സെൻറ്റ് സ്ഥലം, ഒരുപാടൊന്നും ആഗ്രഹിച്ചില്ല, വെറും 3 സെൻറ്റ് സ്ഥലം തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അമ്മേ എന്ന് ഞാൻ യാചനയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളും ഞങ്ങൾ പോയി കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒത്തിരി സ്ഥലത്ത് പൈസ കൊടുത്തു, അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അപ്പം അമ്മ നമുക്കൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട് മോനെ, അവിടെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് തന്നത് 4 കൂടിയ ഒരു വഴിയിൽ 6 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് തന്നത്. ഈ 6 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ 7 ലക്ഷം രൂപയേ ഉള്ളൂ. അതുള്ള സ്വർണ്ണം എല്ലാം വിറ്റിട്ട് വേണം. ബാക്കി പൈസ എവിടെ നിന്ന് തരും അമ്മയെന്ന് ഞാൻ രാത്രി കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കണേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ സാറ് പറഞ്ഞു, റീത്തെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, പോരായിക ഞാൻ തീർക്കാം.
പോരായിക ഞാൻ തീർക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ മാതാവായിട്ട് ആ മനുഷ്യനെ എന്നിലേക്ക് അടുപ്പിച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചു. ആ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവ് അങ്ങനെ എനിക്ക് 6 സെൻറ്റ് സ്ഥലം തന്നു. അതിലിപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു, നീ അതിലൊരു കടയിടുക, നിനക്ക് നല്ല ചിലവ് കിട്ടും, നിനക്ക് കൂലിപ്പണിക്കൊന്നും പോവണ്ട എന്ന്. ഞാൻ അമ്മയോട് ഇപ്പോഴും പറയാണ്, ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. അമ്മ എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നാൽ മതി, എൻ്റെയും എൻ്റെ മക്കളുടെയും കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വിദ്യാഭ്യാസമില്ല. ഞാൻ 2ാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കുടാലപ്പാട് കരയിൽ നിന്നാണ് വരുന്നത്. കുടാലപ്പാട് കരയിൽ ചെറിയത്ത് മഞ്ഞിലെയാണ് വീട്ടും പേര്. അപ്പോൾ എൻ്റെ കുടുംബയോഗത്തിൽ എന്നെ പറഞ്ഞു, റീത്ത ഡേവിസ് നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് വരട്ടെ എന്ന്. അപ്പോൾ ഞാൻ എനിക്ക് നിന്നിട്ട് പറഞ്ഞു, ഒരേ ഒരു വാക്യം, എനിക്കിത് എഴുതാനും വായിക്കാനും എന്നുള്ള വിദ്യാഭ്യാസം ഇല്ല കേട്ടോ, നിങ്ങൾ എന്നെ ഇതിലേക്ക് പിടിച്ച് തള്ളല്ലേ എന്ന്. അങ്ങനെ ഞാൻ മേല് വിറച്ചാണ് എന്നെ അവർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാക്കി മാറ്റി. എന്തിനു വേണ്ടി? മാതാവാണ് എനിക്ക് ആ വഴി ഒരുക്കി തന്നത്. അങ്ങനെ ഞാൻ മാതാവിലേക്ക് കൂടുതൽ അടുക്കുകയും എൻ്റെ മാതാവ് ഒത്തിരിയേറെ സഹായിക്കുകയും അതിലുപരിയായി എൻ്റെ മകന് കുറേക്ക് പോകാനായിട്ട് വിസ വരികയും ഒത്തിരിയേറെ പൈസയും ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ വിസ വന്നു 15 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോകാൻ പറ്റൂല എന്ന്. അവിടെ ഞങ്ങൾ ഒത്തിരിയേറെ വിഷമിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് ഒരേ ഒരു വാക്യം മാത്രമേ ഉള്ളൂ, മാതാവ് എന്നെ പരീക്ഷിക്കുകയാണോ എന്ന്. പക്ഷേ അവിടെയും ഞാൻ പിടിച്ചു നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും എൻ്റെ മകന് പോകാനായിട്ട് വിസ വന്നിരിക്കുകയാണ്. പക്ഷെ എനിക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി അവർ പറഞ്ഞു 15 ദിവസം കൊണ്ട് ആൻ്റണിക്ക് കടന്നു പോകാം. പക്ഷെ ദൈവവിശ്വാസമൊന്നുമില്ല അധികമൊന്നും മകന്. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, എടാ കൃപാസനത്തിലൊന്ന് പോവാൻ മോനെ എന്ന് പറഞ്ഞു. അമ്മ പോയാൽ മതി, അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു എൻ്റെ മകൻ എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ചുമ്മാ നീ ഒന്ന് വന്നാൽ മതി, അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെങ്കിലും നിനക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓ ഇത്രയും ജനമുണ്ടോ അമ്മേ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അമ്മ ഇതുപോലെ ഇന്ന് ആദ്യം കാണുന്ന ജനമല്ല, ഇതിൽ കോടികൾ ജനം വരുന്ന സ്ഥലമാണ് മോനെ, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മയുടെ അടുത്ത് വന്ന് അവനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി അത്ഭുതം ഒന്ന് പറയട്ടെ, എല്ലാ ദിവസവും 6 മണിക്ക് എണീറ്റ് വെള്ളം പുള്ളി തന്നെ ചൂടാക്കി ദിവസം പള്ളിയിൽ പോവും. ദിവസേന പള്ളി പോവുകയും അങ്ങനെ പള്ളിയായിട്ട് നല്ല ബന്ധമായി. നല്ല രീതിയിൽ എല്ലാവർക്കും വലിയ കാര്യമാണ്. വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെങ്കിലും എനിക്ക് ഭർത്താവില്ല. ആ ഒരു ഏക മകനിലാണ് ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്നത്. അമ്മ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. എന്നെ സഹായിച്ചതിലും കൂടുതലായിട്ട് എനിക്ക് വീണ്ടും ഒരു അത്ഭുതം അമ്മ പ്രവർത്തിച്ചു തന്നു. എനിക്ക് എൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്തിട്ട് 10 വർഷമായ ചെവിയായിരുന്നു. നിങ്ങളെല്ലാവരും കേൾക്കണം. 10 വർഷമായ ചെവിയിൽ നിന്നും എന്നും വെള്ളം വരവും പഴുപ്പുമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചാൽ വീണ്ടും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ്, ഓപ്പറേഷത്തിൽ എന്തോ കംപ്ലൈൻ്റാണ്, ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ എനിക്ക് പിടി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞില്ല. ഞാൻ അവിടെ ഊടായ്പ് കാണിച്ചു. ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഊടായ്പ് കാണിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് വീണ്ടും ചെവിട്ടിൽ നിന്ന് വെള്ളം വരികയും വേദന അനുഭവിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട് കൃപാസനത്തിൻ്റെ, അവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കെ 2 ദിവസം മുന്നേ എനിക്ക് എൻ്റെ ചെവിട്ടിൽ നിന്ന് വെള്ളവും വന്നില്ല. ഞാനപ്പോൾ പറയാണ്, എന്ത് തന്നെ വന്നാലും ശരി, ഞാൻ ഈ ഞായറാഴ്ച കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാനിവിടെ വന്നു, ധ്യാനം കൂടി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ എനിക്ക് ഇന്ന് അസുഖമൊക്കെ ഉള്ള ആളാണ്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് ശമനമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി തൈലം കിട്ടിയത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി കൊണ്ടുപോയി പ്രാർത്ഥിച്ച് പുരട്ടുകയും അവർ എന്നെ വിളിക്കും, റീത്ത ചേച്ചി ആ ഉടമ്പടി തൈലം 1 കുപ്പി തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരേ ഒരു കാര്യം ഇതാണ്, ഞാൻ വന്ന് നിങ്ങൾക്ക് പുരട്ടിത്തരാം, ഞാൻ ഉടമ്പടി തൈലം കയ്യിൽ തരില്ല. നിങ്ങൾ ഒരു ദിവസം എൻ്റെ കൂടെ കൃപാസനത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കും അത് കിട്ടും, ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 1-2 പേരെയൊക്കെ പുരട്ടി അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചു. അങ്ങനെ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ചുറ്റുപാടുള്ളവർക്കൊക്കെ എന്നിൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു.
അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഒത്തിരിയേറെ സമയമില്ല, പറയാനൊത്തിരി ഉണ്ടെങ്കിലും നമുക്ക് എൻ്റെ അമ്മ തന്ന അനുഗ്രഹം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ കൃപാസനത്തിൽ വന്ന ആ തൈലവും ഉടമ്പടിയും ഉപ്പും എല്ലാം ഞാൻ ദിവസേന രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ മക്കളും സന്ധ്യപ്രാർത്ഥന കഴിയുമ്പോൾ വിശ്വാസ പ്രമാണത്തോടു കൂടി ചൊല്ലി ഓരോ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും വിശ്വാസ പ്രമാണമാണ് ഏറ്റുപറയുന്നത്. നമ്മുടെ ഒരു മാമുദിശ ആയിക്കൊള്ളട്ടെ, ഒരു കല്യാണം ആയിക്കൊള്ളട്ടെ, എന്ത് പ്രാർത്ഥനാലയത്തിലും വിശ്വാസ പ്രമാണം ഇല്ലാതെ നമുക്ക് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും നമ്മൾ പ്രധാനം കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസ പ്രമാണം, കർത്താവിൻ്റെ മാലാഖ ചെല്ലുക. അങ്ങനെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയും ആ തൈലം പുരട്ടുകയും ചെയ്താൽ ഏത് മനുഷ്യനും സുഖം പ്രാപിക്കും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ സങ്കീർത്തനം 91 പറയുന്നുണ്ട്, കർത്താവിൻ്റെ സംരക്ഷണവും കോട്ടയും ഞാനാകുന്നു. അത് ഞാൻ എന്നും കാണാപ്പാടം വായിക്കും, നടക്കണ വഴിക്ക് വായിക്കും. കാരണം പറഞ്ഞാൽ എനിക്ക് ഇരുന്ന് വായിക്കാൻ സമയമില്ല. 7:45 ജോലിക്ക് പോകണം, ഒരു ക്യാൻറ്റീനിൻ്റെ പണിക്കാണ് പോണേ. 5:30 മണി 6 മണിയാവും വരുമ്പോൾ. അപ്പോൾ ഒരുപാട് സമയമില്ല, വയ്യാതെ വരും. അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് യൂട്യൂബ് മൊബൈലിൽ വെച്ച് പ്രാർത്ഥന അടുക്കളയിലും വെച്ച് കൂടി മാതാവിനോട് പ്രാർത്ഥിക്കും. എന്നതുപോലെ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അമ്മയ്ക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. റീത്ത എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത്. ഉടമ്പടി സാക്ഷ്യം ആരംഭിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് വലിയ അറിവൊന്നുമില്ലെന്ന്. പക്ഷേ ഉടമ്പടി സാക്ഷ്യം അവസാനിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളിലുള്ള അഗാധമായിട്ടുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ബോധ്യവുമാണ് അമ്മ പങ്കുവച്ചത്. അമ്മ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഓരോ പ്രാവശ്യവും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് അറിഞ്ഞു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു സൗഖ്യത്തിൻ്റെയും ആ ഒരു ദൈവികമായിട്ട് അനുഭവത്തിൻ്റെയും കാര്യത്തെപ്പറ്റി അമ്മ പറഞ്ഞു. അപ്പോൾ അറിവിനേക്കാൾ വെല്ലുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മയ്ക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ ജീവിതത്തിൽ അമ്മ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ചു എന്നമ്മ പറഞ്ഞു. അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ശീതൾ, ഇത് എൻ്റെ അമ്മ ബീന. ഞാൻ മുക്കം കോഴിക്കോട് നിന്ന് വരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറാൻ വേണ്ടി മാതാവിൻ്റെ പ്രത്യേക സഹായത്തിന് വേണ്ടി എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ എനിക്കൊരു വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു വചനം കിട്ടി, നിൻ്റെ അസുഖങ്ങൾ ഞാൻ മാറ്റും, നിൻ്റെ സങ്കീർത്തനം 103 നിൻ്റെ ദുഷ്കൃത്യങ്ങൾ ഞാൻ ക്ഷമിക്കും, പിന്നെ നിൻ്റെ അസുഖങ്ങൾ മാറ്റും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, ഈശോയും മാതാവും എനിക്ക് വേണ്ടി നിൽക്കുമെന്നറിയാം, പക്ഷേ ഇങ്ങനെ ഒരു അസുഖമോ ബുദ്ധിമുട്ടോ എനിക്കറിയില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് തന്നെ എനിക്ക് വചനം കീപ്പ് ഓൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ ഞാൻ കുറച്ചൊന്ന് ഡിസ്കറേജ്ഡായി. ഇൻ ബിറ്റ്വീൻ ഞാൻ ചെയ്യാവുന്ന എനിക്ക് പറ്റുന്ന എല്ലാ കാരുണ്യ പ്രവൃത്തികളും ചെയ്തിരുന്നു. വചനം വായിക്കുമായിരുന്നു, ബലിയിൽ സജീവമായി പങ്കെടുക്കാൻ ചെയ്തിരുന്നു. അങ്ങനെ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരുന്നു. എന്നും ജപമാല അഡീഷണലായിട്ട് ചെല്ലാനുള്ള ഒരു അനുഗ്രഹവും ദൈവം എനിക്ക് തന്നിരുന്നു. ഞാൻ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ന്യായമായതും സത്യമായതും ചെയ്യാൻ കൂടുതൽ ഞാൻ ശ്രമിക്കാറുമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തല കറങ്ങി വീണു. അതിൻ്റെ കാരണം എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു പ്രശ്നം അതാണ്. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് 65% റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് പാരലൈസിങ്, ചിലപ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ലാംഗ്വേജൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്, അയാൾക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. ഇതിനുശേഷം ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു, തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചു, നന്നായി ഒന്ന് കുമ്പസാരിച്ചു. എന്നിട്ടാണ് ഞാൻ സർജറിക്ക് പോയത്. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവേ, അമ്മയുടെ കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മ പ്രാർത്ഥിക്കണേ. കാരണം ഈശോയുടെ സഹനങ്ങളെല്ലാം കണ്ടു നിന്ന അമ്മയ്ക്ക് തീർച്ചയായിട്ടും
നമ്മുടെ വേദനകൾ ഏറ്റവും നന്നായി മക്കളെ പോലെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാകും. അപ്പോൾ അമ്മയോട് അത് പറഞ്ഞു. ഇനി ഞാനല്ല, അമ്മയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ വന്നു. സർജറി 100% റിമൂവ് ചെയ്യാൻ പറ്റി, ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റി, ഒരു കുഴപ്പമില്ലാതെ. പിറ്റേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു, എന്നെ റൂമിലേക്ക് മാറ്റി. എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, ആക്ച്വലി 3 ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഓൺ രീതിയിൽ തന്നെ പോയി. എല്ലാ രീതിയിലും മാതാവ് എന്നെ അത്രത്തോളം സഹായിച്ചു. ഞാൻ പിക്കപ്പായി. എനിക്കറിയാത്തൊരു കാര്യം, ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം, പക്ഷേ ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നു. കൂടാതെ ഞാൻ ഓസ്ട്രേലിയയിൽ പഠിച്ച കുട്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എൻ്റെ രജിസ്ട്രേഷൻ, മെഡിക്കൽ ഫിസിക്സിൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് 6 വർഷമായി ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് മാതാവ് എനിക്ക് വേണ്ടി ചെയ്തത് IMPCT എക്സാം എന്നുള്ളത് എന്നെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുകയായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ തന്നെ മാതാവ് എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ സഹോദരന് ഒരുപാട് കാലമായിട്ട് എമിറേറ്റ്സിൽ ജോലി കിട്ടണം എന്ന ഒരു ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് ആദ്യം എഴുതിയത് എമിറേറ്റ്സ് എന്ന് ഓർക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞു, അമ്മയുടെ മനസ്സിൽ വരുന്നത് മുഴുവൻ എത്തിഹാദ് എന്ന ഒരു എയർലൈൻസ് ആയിരുന്നു. എൻ്റെ ചേട്ടായിക്ക് എത്തിഹാദിൽ എൻജിനീയറായിട്ട് ജോലി കിട്ടി. പിന്നെ 4ാമത് ഞങ്ങൾക്ക് ചെറിയ കടത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കാരണം അതിൻ്റെ കുറേ കടബാധ്യതകൾ ഈശോ എടുത്തു മാറ്റി. ഇതുപോലെ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ പരിശുദ്ധ അമ്മ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും അധികം അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിന് ഒരുപാട് നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനം എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പറയാൻ എനിക്ക് അത്ര ഇതില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ ദശാംശം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. പിന്നെ കുറേ കുഞ്ഞുങ്ങളെ ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർ നീഡി പീപ്പിൾസാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പോകാറുണ്ട്. പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തെന്നല്ല, ഈശോ ചെയ്തു, ഞാൻ എന്നെ ഒരു ടൂളാക്കിയിട്ട് ഈശോ ചെയ്തെന്ന മനോഭാവത്തോടുകൂടി ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് ഞാൻ കുമ്പസാരത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള, പിന്നെ പത്രം കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ശീതൾ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യം അറിഞ്ഞതിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുത്തി എന്നെ നോക്കണം, അല്ലെങ്കിൽ എന്നെ പരിചരിക്കണമെന്ന് ഈ സഹോദരി പ്രാർത്ഥിച്ചുവെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള മാതൃസഹജമായിട്ടുള്ള ആ ബന്ധത്തിൽ ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഈ സഹോദരി പറഞ്ഞു, ബ്രെയിൻ ട്യൂമറിൻ്റെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മ വളരെ ഇടപെടലോടുകൂടി, പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലോടുകൂടി പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ രക്ഷപ്പെടുത്തിയെന്ന് ഈ സഹോദരി പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞതായിട്ട് ഈ സഹോദരി പറയുകയാണ്. അമ്മ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ച ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ സംഭവിക്കുന്നതായിട്ട് ഇവർക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ വിശ്വാസത്തിൻ്റെ വർധനയിലേക്ക് ഒരു കുടുംബം പൂർണ്ണമായിട്ട് വളർന്നു വരുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിച്ചതായിട്ട് നമ്മൾ അറിയുകയാണ്. ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടും. എൻ്റെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ ഈശോപ്പച്ചനും എൻ്റെ അമ്മയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ. ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള വടക്കേക്കര സെൻറ്റ് മേരീസ് ചർച്ചാണ് എൻ്റെ ഇടവക. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കൊറോണ സമയത്ത് ഞാനിങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു. അത് ഞാൻ നല്ല രീതിയിലൊന്നും മുൻപോട്ട് കൊണ്ടുപോയില്ല. എന്നും രാവിലെ പള്ളിയിലൊക്കെ പോകും, പക്ഷേ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ അങ്ങ് പോയി അതങ്ങ് ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇസ്രയേലിന് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഒരു കാശ് രൂപം കൊണ്ടുപോയി തന്നായിരുന്നു. ഞാൻ ആ കാശ് രൂപം കൊണ്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ബോംബെയിൽ പോയത്.
ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, മെഡിക്കലൊക്കെ പാസ്സായി. ഞാൻ അങ്ങനെ ഇസ്രായേലിന് പോയി, പ്രാർത്ഥനാ ജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഞാൻ എന്നും അതോർത്ത് കണ്ണുനീരൊഴുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ധ്യാനം കൂടുകയോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യുന്നതിന് ഒരു മടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ തുടങ്ങുക, അതെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് രാത്രിയിൽ ഇസ്രയേലിൽ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ പരിശുദ്ധ അമ്മ സുഗന്ധ അഭിഷേകത്തിലൂടെ എൻ്റെ അടുത്ത് വന്നു. പക്ഷെ ഞാൻ കണ്ണൊന്നും തുറന്നില്ല, ഉറക്കത്തിലാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട്, അമ്മ എൻ്റെ അടുക്ക് വന്നല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അത് കഴിഞ്ഞ് എൻ്റെ ആ നിയോഗം സാധിച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ അതോർത്ത് കണ്ണുനീരൊഴുക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അതോർത്ത് കണ്ണുനീരൊഴുക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഈ കൃപാസന ആലയം ഞാൻ സ്വപ്നം കണ്ടു. ഇവിടുത്തെ ഒരു ബ്രദറിനെ ഞാൻ സ്വപ്നം കാണുക. ഞാൻ ആ ബ്രദറിൻ്റെ അടുക്കൽ ഓടി ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ആ ബ്രദർ വഴി എന്നോട് പറയുക, സമയം എടുക്കും, അത് പരിഹരിക്കും, നീ വിഷമിക്കണ്ട. ഞാൻ പിന്നെ അതേക്കുറിച്ച് ഇന്ന് വരെ പിന്നെ കണ്ണുനീരൊഴുക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എനിക്കൊരു ഭവനമായിരുന്നു. ഞാൻ അതിനുവേണ്ടിയാണ് ഇസ്രയേലിൽ പോയത്. ഞാൻ മാർച്ചിൽ ഉടമ്പടി എടുത്തു. 2023 മാർച്ചിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് ഏപ്രിൽ മാസം എൻ്റെ ഭവനം ഞങ്ങൾ പണിയുന്നല്ല, ഞങ്ങളുടെ വീട് പുറവശം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്ന കണ്ടപ്പം എൻ്റെ കുടുംബം ഒരു വാടക വീട്ടിലോട്ട് മാറാമെന്ന് തീരുമാനിച്ചു. അന്ന് ഞാൻ 3 ലക്ഷം രൂപ ഞങ്ങൾ കടക്കാരാണ്. ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല ഒരു ഭവനം പണിയാൻ. കോൺട്രാക്ടർമാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 25 ലക്ഷമെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലാതെ ഒരു ഭവനം പണിയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ ഇവർ വാടക വീട്ടിലോട്ട് മാറാൻ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചി ഞങ്ങളോട് ഒരു 16 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറയുന്നു കടവായിട്ട്. അപ്പം ഇതൊക്കെ എടുക്കുമ്പോഴും എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണം ഞാനിത് നിയോഗത്തിൽ വെച്ച കാര്യമാണ്. എൻ്റെ അമ്മയാണിത് അടുപ്പിച്ച് തരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ഫാമിലിക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കും, ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അന്ന് മാർച്ചിൽ ഞങ്ങൾ വീട് മാറി. ജൂലൈ ആകാറായപ്പം എനിക്കൊരിക്കലും അവധി ആ സമയത്ത് കിട്ടത്തില്ല. എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവധി തരുക. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് പോരെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുക. ഞാൻ ആദ്യം നാട്ടിൽ വന്നൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഞാൻ മണ്ണ്, ഇവിടുത്തെ വിശുദ്ധ ഉപ്പ്, തൈലം എല്ലാം കൊണ്ട് കാശ് രൂപ എല്ലാം കൊണ്ട് പോയി. ഞാൻ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടിയിൽ നടത്തുക. ഞാൻ ഈ വിശുദ്ധ വസ്തുക്കളും ഇവിടുത്തെ മണ്ണും എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ കല്ലിടിയിൽ നടത്തി. ഞാൻ അവധി കഴിഞ്ഞ് തിരിച്ചു പോയി. ഈ ജൂലൈ 28 ആയപ്പം കൃത്യമായിട്ട് ജൂലൈ 17 ഞാൻ എന്നെ മാതാവ് അവധി തന്ന് എന്നെ നാട്ടിൽ കൊണ്ടുവന്നു. ജൂലൈ 28-ാം തീയതി എൻ്റെ പുതിയ വീടിൻ്റെ കയറി താമസമായിരുന്നു. വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാം എന്നോട് പറയുന്നത്, സോണിയ ഇതെങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റി? അവിടെയാണ് നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ അതാണ് എല്ലാവരോടും പറയുന്നത്. എൻ്റെ കഴിവോ എൻ്റെ കുടുംബത്തിൻ്റെ കഴിവോ അല്ലത്. എൻ്റെ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എനിക്ക് തന്നാണ് ആ ഭവനം. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അമ്മ മാതാവിൻ്റെ കൃപാസന അമ്മ മാതാവിൻ്റെ ഒരു രൂപം എനിക്ക് ആ ഭവനത്തിൽ വെക്കണം. അതെവിടെ വെക്കണം, എങ്ങനെ ആക്കണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ രൂപങ്ങൾ സെലക്ട് ചെയ്യാൻ പോയിടത്ത് ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടു. വലിയൊരു രൂപം ഒരു ഭിത്തിയുടെ ഭാഗത്ത് തന്നെ എനിക്ക് അമ്മയെ വെക്കാൻ പറ്റി. വരുന്ന മനുഷ്യരെല്ലാം അത് കാണുകയും കൃപാസന മാതാവോ, ഞാൻ പറഞ്ഞു കൃപാസന മാതാവിൻ്റെ മകളാണ് ഞാൻ, എൻ്റെ അമ്മ എനിക്ക് തന്ന ഭവനമായി ഇതെന്ന് ഇന്നും ഞാൻ എല്ലാവരോടും, ഏത് അച്ഛൻ വന്നാലും ഏത് സിസ്റ്റർ വന്നാലും അവരോടെല്ലാം ഞാൻ പറയുന്നത്, ഈ ഭവനം എൻ്റെ അമ്മ മാതാവ് പണിത് തന്ന അതിനുള്ള പ്രത്യേകത ആ ഭവനത്തിനുണ്ട്. അവിടെ കയറുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്നു അവർ പറയാറുണ്ട്. അങ്ങനെ അമ്മ മാതാവ് ആ നിയോഗവും എനിക്ക് സാധിച്ചു തന്നു. ഞാൻ ഈ ഭവനത്തിൻ്റെ കയറിതാമസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വന്നല്ലോ.
അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ ഞാൻ വന്നു. 3 തവണ ഞാൻ ഈ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ അടുക്കലൊക്കെ പറയാൻ വരുമ്പോഴും ഓരോരോ തടസ്സങ്ങളാണ് ഞാൻ പോവുക. ലാസ്റ്റ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്തെങ്കിലും എന്നെക്കുറിച്ച് കരുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ അടുത്ത നിയോഗം, എൻ്റെ അങ്കിള് ഒരു 7 വർഷമായിട്ട് ഞങ്ങളോട് മിണ്ടത്തില്ലായിരുന്നു. പല ഫങ്ഷന് വെച്ച് കാണുമ്പോൾ ഞാൻ ചെന്ന് അങ്കിളിനെ കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞാലും അങ്കിൾ ചോദിക്കും നീ ആരാ, നീ ഏതാ, അങ്ങനെയൊക്കെ ഒത്തിരി നാണം കെട്ടിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും വിഷമിച്ച് എന്നോട് പറയും എൻ്റെ സഹോദരൻ എന്നോട് പിണക്കാണല്ലോ, മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ അത് ഞാൻ നിയോഗത്തിൽ വെച്ചത്. ഞാനിങ്ങനെ കയറി താമസത്തിന് മുന്നേ നമ്മുടെ ഉടമ്പടി വിശുദ്ധ ഉപ്പും ഒക്കെ ആയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോവാം. എൻ്റെ അനിയത്തി ഞാനിവിടെ പോയി അങ്കിളിൻ്റെ അടുത്ത് ചെന്ന് ആദ്യം കയറുന്നതിന് മുന്നേ ഞാൻ മുറ്റത്ത് ഈ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അകത്ത് കയറി അങ്കിളിനെ കണ്ടു. അങ്കിൾ ചോദിച്ചു ആ നീ വന്നോ എന്നിങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഓടി ചെന്ന് അങ്കിളിൻ്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് അങ്കിളിനുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ പറഞ്ഞു നിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഇല്ല, നീ എന്തിനാ വിഷമിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കരച്ചിലായി. പിന്നെ പരാതിയൊന്നുമില്ല, പരിഭവമൊന്നുമില്ല. അങ്കിൾ എൻ്റെ കയറി താമസത്തിന് വന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു. അങ്കിളിൻ്റെ മകൾ കാനഡയിലുണ്ട്. ചേച്ചിയായിട്ടാണ് ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അവരൊന്നുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, അവരുടെ നമ്പരില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ഫേസ്ബുക്കിൽ കൂടെ മാതാവ് ഇവരുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരെ എന്നെ കാണിച്ചു തരുക, ഫ്രണ്ട് റിക്വസ്റ്റ് വിടുന്ന രീതിയിൽ. ഞാനങ്ങനെ ചേച്ചിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വിട്ടു, ചേച്ചി ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന മൊത്തം ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ചല്ല, കൃപാസന മാതാവിനെയും കൃപാസന ആലയത്തെക്കുറിച്ചൊക്കെ. കാരണം ഞാൻ ഈ സാക്ഷ്യങ്ങളും എൻ്റെ പ്രൊഫൈൽ പിക്ചറും എല്ലാം മാതാവിൻ്റെയാണ്. അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വെച്ച് ചേച്ചിയും ചോദിച്ചു. ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ചേച്ചിക്കും ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെയാണ്. അങ്ങനെ ആ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നു. അതുപോലെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് എൻ്റെ മൂത്ത മകൻ്റെ തൊടയിലിങ്ങനെ അലർജി ഉണ്ടാകും, അതിങ്ങനെ വെള്ളം പോലെ പൊട്ടി ഒലിക്കും. ഞങ്ങൾ ഹോമിയോ കാണിച്ചു, ആയുർവേദം കാണിച്ചു, ഇംഗ്ലീഷ് മരുന്ന് പ്രയോഗിച്ചു, ഒന്നും ഏക്കുന്നില്ല. അവൻ ചൊറിഞ്ഞ് അതിങ്ങനെ പൊട്ടി വെള്ളം ഒലിക്കും. അങ്ങനെ ഞാൻ ആ തീർത്ഥാടനോടമ്പി ആദ്യം എടുത്തപ്പം നാട്ടിൽ വന്ന് ഞാൻ കുരിശുവരെയൊക്കെ കഴിയുമ്പം ഈ വിശുദ്ധ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ ആ രോഗം എടുത്തു മാറ്റി. പിന്നെ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ കൺകുരു വന്ന് ഞാൻ പോയി. എനിക്ക് മരുന്നൊന്നും വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല, ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒത്തിരി മരുന്നൊക്കെ ഞാൻ ഇട്ടിട്ടും എനിക്കിത് കുറയുന്നില്ല, ഭയങ്കരമായിട്ട് പഴുത്ത് വീർത്ത് നിൽക്കുക. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്തിനാ ഈ മരുന്നെല്ലാം പ്രയോഗിക്കുന്നത്, എൻ്റെ ഈ വിശുദ്ധ തൈലമുണ്ട്, ഉപ്പുണ്ട്, തേനുണ്ട്, ഞാൻ ഇതെല്ലാം കൂടെ ചാലിച്ചിട്ട് എന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകിയിട്ട് ഞാനിങ്ങനെ തേക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ചൊങ്ങി അത് പൂർണ്ണമായിട്ട് അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നു. എൻ്റെ ഒരു കസിൻ അങ്കിള് ലിവർ സിറോസിസ് ആണ്. പുള്ളിക്ക് ദേഹം മൊത്തം ചൊറിച്ചിലാണ്. ഒരു ദിവസം പെട്ടെന്ന് ദേഹം മൊത്തം ചൊറിച്ചില്ല. അപ്പം ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടി തൈലവുമായിട്ട് വരാം, തേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വിട്ടുപോയി. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക നീ അവരുടെ വീട്ടിൽ പോകും, നീ അവരുടെ വീട്ടിൽ പോകും. അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അവരുടെ വീട്ടിൽ ചെന്നപ്പം ഈ അങ്കിളിനെ ആശുപത്രി കൊണ്ടുപോയി ഈ ചൊറിച്ചിലും കൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു കുറവുമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളി ഒരു തോർത്തുമുണ്ട് കൊടുത്ത് കുളിക്കാൻ നിൽക്കുക, കാരണം ചൊറിഞ്ഞിട്ട് വയ്യ. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ ഈ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ ഉപ്പ് ഞാൻ ആ കുളിക്കുന്ന വെള്ളത്തിൽ വിട്ടിട്ട് കുളിച്ചോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും ആ ചൊറിച്ചിൽ പിന്നെ ഇന്ന് ഈ നിമിഷം വരെ അങ്കിളിനുണ്ടായിട്ടില്ല എന്ന് അവരെന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മ സ്കൂട്ടറിൽ നിന്ന് പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു അങ്കിളിൻ്റെ പുറകെ സ്കൂട്ടറെ കയറി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മറിഞ്ഞടിച്ച് താഴെ വീണു. അമ്മയ്ക്കറിയില്ല അത് എങ്ങനെ സംഭവിച്ചെന്ന്. അമ്മ ഉറങ്ങി അങ്ങ് മറിഞ്ഞ് പോകുമായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെയാണ്. അപ്പോൾ ഇവരെന്നെ വീഡിയോ കോൾ ചെയ്ത് അമ്മയെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുക. ഞാനും ഇല്ല, എൻ്റെ അനിയത്തി ഒന്നും നാട്ടിലില്ല, എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഉള്ളൂ. എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അവർ സ്കാനിങ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കൊരു ബോധവും ഇല്ല, അമ്മ മൂളെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയിൽ തന്നെ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. അമ്മേ ഞാനും അവിടെ ഇല്ല, ആരുമില്ല, അമ്മ മാതാവ് എൻ്റെ അമ്മയെ സഹായിക്കണം, അമ്മയാണ് എൻ്റെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും എല്ലാം നോക്കുന്നത്.
അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആ കുടുംബത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ അമ്മമാത സ്കാനുകളൊന്നും ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ ഓക്കെ ആയി. കാരണം കഴിക്കുന്ന എല്ലാം ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് പ്രാർത്ഥിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിച്ചപ്പം എൻ്റെ അമ്മ ഓക്കെ ആയി. എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും, ഈ ധ്യാനം ഷെയർ ചെയ്യും. അപ്പം ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി ഫസ്റ്റ് ഞാൻ ഉഴപ്പിയപ്പോൾ എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനമൊക്കെ കേൾക്കുമ്പോൾ ബോറടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കേൾക്കാതിരുന്ന് ഇന്ന് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ഞാൻ ഓൺലൈനിൽ കേട്ട് കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഞാൻ ഈ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഇന്ന് ജോസഫ് അച്ഛൻ്റെ ധ്യാനം. ഞാൻ ആ ധ്യാനം മാത്രമേ കൂടാറുള്ളൂ. ഈ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത്, പിന്നെ ഇപ്പോൾ സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടിയപ്പം ഷെയർ ചെയ്തൊക്കെ വരുമ്പോൾ താമസിക്കുമ്പം സാക്ഷ്യങ്ങൾ അന്നേരമാണ് ജോസഫ് അച്ഛൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ആദ്യം സാക്ഷ്യം ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കേട്ടാൽ മതി. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ വരുമ്പോഴും എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും. രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ സാക്ഷ്യങ്ങൾ ഫുള്ള് കേൾക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സംശയം, ഇവൾ ഇത്രയും സാക്ഷ്യങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്കെല്ലാം അയച്ചു തരുമോ? അപ്പോൾ ഇവർ ചോദിക്കും, സോണിയ നീ കേൾക്കാതെ നീ ഞങ്ങൾക്ക് അയച്ചു തരുമോ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, ഞാൻ സമയമെടുത്ത് അന്ന് തന്നെ കേൾക്കും. പക്ഷെ നിങ്ങൾ രാത്രി ആകുമ്പോൾ ചിലരെന്നോട് പറയും ഞങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് ഈ മെസ്സേജ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ രാത്രി ആകുന്നതിന് മുന്നേ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ നമ്മളിവിടെ പത്രം കൊടുക്കുമ്പോൾ നമുക്ക് നാണക്കേടേക്കുന്ന പോലെ തന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി പേര് എന്നോട് വഴക്ക് പിടിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അക്രൈസ്തവരായിട്ടുള്ള പിള്ളേരുണ്ട് ഈ ഗ്രൂപ്പിൽ, അവർക്കതൊരു ബുദ്ധിമുട്ടാകുമെന്ന് ക്രിസ്ത്യാനികളായ മക്കൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആ ഗ്രൂപ്പിൽ, അത് പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞ് ഞാൻ എക്സിറ്റായി. അങ്ങനെ ഞാൻ ഓർത്തു ധിക്കാരം ഞാൻ കാണിച്ചോ? അപ്പോഴാണ് ജോസഫ് അച്ഛൻ ആ ആഴ്ചത്തെ ധ്യാനത്തിൽ പറയുക, ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ കളയോ, ഫ്രണ്ട്സിന് വേണ്ടി നോക്കിയിരിക്കുക, ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടി ജീവിക്കുക. ഒരു ഇൻ്റർവ്യൂവോ ഒരു വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വിസ വന്നില്ല, കൂട്ടുകാർക്ക് വിസ വന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ? ഒരിക്കലുമില്ല, അവർ ആ വിസയിൽ കയറിപ്പോകും. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈശോയും മാതാവും ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിനെയോ ആ കൂട്ടുകാരെയോ നോക്കിയില്ല. പക്ഷേ ഇന്നും ആ ഗ്രൂപ്പിലുള്ള ഹിന്ദു കുട്ടികൾക്ക് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും. അവരിന്ന് വരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ധ്യാനങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒത്തിരി മക്കൾ ഇസ്രയേലിൽ തന്നെയുള്ള എൻ്റെ സഹപ്രവർത്തകർ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലെ ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറയുകയും അവരെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ച് അത് പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യും. ഓൺലൈനിൽ കുർബാനയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് അവിടെ ഇന്നും കുർബാന കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കുർബാന കാണും. സമ്പൂർണ്ണ ബൈബിള് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടും ഞാൻ ഇതിനു മുന്നേ വായിച്ച് തീർന്നിട്ടോ അല്ലെ വായിക്കുകയോ ചെയ്തിട്ടില്ല, ഒരു അരമണിക്കൂർ വെച്ച്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ സമ്പൂർണ്ണ ബൈബിൾ ഒരു 3-4 തവണ വായിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ബ്രദർ വിജയകുമാർ പറയുന്നത്, നിങ്ങൾ ഈ ബൈബിള് ഒരു അധ്യായം 4 പ്രാവശ്യം വെച്ചെങ്കിലും അല്ലെ ഒരു പാരഗ്രാഫ് 4 പ്രാവശ്യം വെച്ചെങ്കിലും നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് കൂടുതൽ ഈശോയോടും മാതാവിനോടും അടുക്കാൻ പറ്റും. അതിൽ പിന്നെ ഞാനിപ്പോൾ ഉൽപ്പത്തി തൊട്ട് ഓരോ പാരഗ്രാഫും 4 പ്രാവശ്യം വെച്ചാണ് ഞാൻ വായിച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നു. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. മുൻപൊക്കെ ആണെങ്കിൽ പാപം ചെയ്യുന്നതിനകത്തൊരു കുറ്റബോധം അല്ല, ചെയ്ത് കുറ്റബോധം ഉണ്ടായാലും അതെങ്ങനെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വഴിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നേരെയാകാൻ, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഇന്ന് എനിക്ക് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ പൂർണ്ണമായിട്ട് നോക്കും. ഇനി ചെയ്തു പോയാലും ഓടിപ്പോയി കുമ്പസാരിക്കാനോ അങ്ങനെ ഇന്ന് ഞാൻ സന്തോഷത. എനിക്കിന്ന് ആര് എന്നെക്കുറിച്ച് പറയുന്നെന്നോ അല്ലെങ്കിൽ ആരെന്നെക്കുറിച്ച് എന്ത് കുറ്റങ്ങൾ പറയുന്നെന്നോ ചിന്തിക്കാനുള്ള നേരമില്ല എനിക്ക്. പണ്ടൊക്കെ ഞാൻ അവരോട് തറുതല പറയും, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ തിരിച്ച് പറയും. എനിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് മതിയാകത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് ഞാൻ മറുപടി കൊടുക്കാനേ പോകത്തില്ല. അത് ഈശോയ്ക്ക് മാതാവിനും വിട്ടുകൊടുക്കും. പിറ്റേ പ്രാവശ്യം അവരെന്നോട് വന്നു മിണ്ടും. അങ്ങനത്തെ ഒരു സന്തോഷകരമായ ജീവിതത്തിലൂടെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ പോകുന്നത്. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടുന്ന് 3 കെട്ട് പത്രം കിട്ടിയത് ഞാൻ എൻ്റെ അയൽപക്കത്ത് മൊത്തം എൻ്റെ വാർഡിൽ മൊത്തം ഞാൻ എല്ലാ വീട്ടിലും കൊടുത്തു. എന്നോട് പിണങ്ങിയിരുന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തു.
അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇതും കൊണ്ടൊക്കെ നടക്കുന്നേ? ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് ഇഷ്ടമുണ്ടേ വാങ്ങിക്ക്, ഇല്ലെങ്കിൽ തിരിച്ചു തന്നേക്കാൻ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പം ചേച്ചി ഓടി വന്ന് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പറഞ്ഞു, പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ പറഞ്ഞു, ചേച്ചി അത് കേൾക്കാൻ എനിക്കിഷ്ടമില്ല, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേച്ചി ക്ഷമിക്ക്. അങ്ങനെ ചേച്ചി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ ഇന്ന് രമ്യത അങ്ങനെ ഓരോ ഭവനങ്ങൾ കയറി ഞാൻ പത്രം കൊടുത്തു. പിന്നെ ഗവൺമെൻറ് ആശുപത്രി, ഞങ്ങളുടെ ചാലാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പം പകുതി ആയപ്പോൾ പത്രം തീർന്നു പോയി. അപ്പോൾ ആ അമ്മച്ചിമാരെന്നോട് പറഞ്ഞു, മോനെ എൻ്റെ തലയെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് അതിശയമായി, ഞാൻ അതിന് മാത്രം യോഗ്യതയുള്ളവളൊന്നും അല്ല. അപ്പം ഞാൻ ഈ തൈലം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തൈലം തേച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചി കൊടുക്കാൻ പറ്റാത്തവരുടെ എല്ലാം നെറ്റിയിൽ കുരിശരിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അവിടെ തിരികെ വന്നു. ഇപ്രാവശ്യമാണെങ്കിൽ ഞാൻ 5 കെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിലെല്ലാം കൊടുത്തു, ഇതുപോലെ തന്നെ ആശുപത്രികളിൽ കൊടുത്തു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഈ ഫേസ്ബുക്കിൽ കിഡ്നി പേഷ്യൻറ്റിനെയൊക്കെ കാണുമ്പോൾ കൊടുക്കുക. എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ മാസവും എങ്ങനെയൊക്കെ കിട്ടുന്നവർക്ക് ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു മാസം എനിക്ക് ആരും കിട്ടുന്നില്ല, സാലറി കിട്ടുമ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ മാസം കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഒരു വഴിയും കിട്ടിയില്ല, അതുമല്ല എനിക്ക് സ്ഥിരം ഒരിടത്തോട്ട് കൊടുക്കാനും എനിക്ക് താല്പര്യമാണ്, പക്ഷേ എങ്ങനെ ആരുമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ +2 പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, സോണെ നീ കൃപാസനത്തിൽ ഉടമ്പടിയൊക്കെ എടുത്തല്ലേ, നീ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ഈ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ സോഷ്യൽ വർക്കേഴ്സായിട്ട് ഓരോരുത്തരോട് ചോദിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ വേണ്ടി ഞാൻ തരാം, കാരണം അത് അമ്മ മാതാവ് എനിക്ക് കൊണ്ട് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ആ നിമിഷമാണ് ഇവളുടെ മെസ്സേജ് വരുന്നത്. അങ്ങനെ ഇന്ന് വരെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞ ഉടനെ അവരെനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തരും, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, എനിക്കത് ഭയങ്കര സന്തോഷം. അങ്ങനെ ഈ ഞാൻ വഴി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന മക്കൾക്കെല്ലാം അവർക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരോട് പറയും, നിങ്ങളും ഇതുപോലെ കൊടുക്കുക. അങ്ങനെ അവരും കൊടുക്കും. ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ആരെങ്കിലും ഒക്കെ ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിലും ഞാനൊന്ന് പുറത്തോട്ട് പോകുമ്പം ബിഷക്കാരൊക്കെ ഇരിക്കുന്ന കണ്ടാലും അവരിങ്ങനെ ചോദിക്കത്തൊന്നുമില്ലേലും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് വരെയും കാപ്പി കുടിച്ചോ അല്ല എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോളാൻ പറയും. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും എന്നോട് സംസാരിക്കുന്ന എല്ലാവരെയും ഈശോയിലും മാതാവിലോട്ടും അടുപ്പിക്കാൻ എനിക്കിതിലൂടെ സാധിച്ചു. അങ്ങനെ അമ്മ മാതാവ് ചെയ്തു തന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഇവിടെ ഞാനില്ലാതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിലൊക്കെ ഒത്തിരി ഇതാണ്. എൻ്റെ ഇളയ കുഞ്ഞിനാണ് 2ാം ക്ലാസ്സിലാണ്, അവനെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവന് എപ്പോഴും 14, 15, 16 റാങ്കൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാശ് രൂപ എൻ്റെ അമ്മയോട് പറയും, അവൻ എക്സാമിന് പോകുമ്പോൾ കാശ് രൂപ അവൻ്റെ പോക്കറ്റിൽ കുത്തി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് വിട്ടു. ഇന്ന് അവൻ 5ാം റാങ്ക് വാങ്ങിച്ച് അവൻ പാസ്സായി. അങ്ങനെയൊക്കെ അമ്മ മാതാവ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇന്ന് ഈശോയോടും അമ്മയോടും ചോദിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ജീവിതമായി എൻ്റെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി. അതുപോലെ യുദ്ധത്തിൻ്റെ കാര്യം, ഒക്ടോബർ 7-ാം തീയതി യുദ്ധം ഉണ്ടായി. അന്ന് രാവിലെ 6:30 സൈറൻ കേട്ടപ്പോഴത്തേക്കിന് എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായില്ല. പക്ഷെ രാത്രി 8 മണിയായപ്പം ഒരു സൈറൻ കേട്ടു. അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ വിറച്ചു പോയി. ഞാൻ എൻ്റെ അമ്മ മാതാവ് ഈ കൊന്ത എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് സേഫ്റ്റി റൂമൊന്നുമില്ല, ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ പോയാണ് ഇരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി കരഞ്ഞു. എനിക്ക് ശരിക്കും പേടിയാകുന്നു അമ്മേ, ആ സൈറൻ കേൾക്കുമ്പോഴേ നമ്മൾ വിറച്ചു പോകും, പിന്നെയാണ് ഇത് പൊട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ അകത്ത് വന്ന് ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈറൻ കേട്ടത്. ഞാൻ അന്നേരം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ചു വന്നു ബൈബിൾ എടുത്തപ്പം എൻ്റെ ഈശോയും അമ്മയും സങ്കീർത്തനം 121 കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് കണ്ണുകളുയർത്തു. ആ വചനമാണ് എനിക്ക് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയില്ല, കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ എന്നുള്ള വചനഭാഗം എനിക്ക് തന്ന് എന്നോട് ഈശോ സംസാരിച്ചു. ആ ആഴ്ചയിലെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഈ വചനഭാഗം എടുത്തു വായിക്കുകയുണ്ടായി, സങ്കീർത്തനം 121. അത് കഴിഞ്ഞ് ആ യുദ്ധസമയത്ത് ഞങ്ങളുടെ ദേവാലയത്തിൽ ഇസ്രായേലിലുള്ള അച്ഛൻ ഓൺലൈനിൽ കൂടെ കുർബാന നടത്തി. അന്നെല്ലാം ആ യുദ്ധം തീരുന്നിടം വരെ, ആ ഓൺലൈൻ കുർബാന തീരുന്നിടം വരെ അച്ഛൻ ഈ സങ്കീർത്തനം 121 വായിച്ചത്. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മയും ഈശോയും എന്നോട് സംസാരിച്ചത് കറക്റ്റാണ്.
അത് കഴിഞ്ഞ ഉടനെ സേഫ്റ്റി റൂം ഉള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് മാറാൻ പറ്റി. എൻ്റെ കയ്യിലിരുന്ന ഈ കാശ് രൂപം എൻ്റെ കയ്യിലിരുന്നപ്പോൾ വൈബ്രേറ്റ് ചെയ്തു. പിന്നാണെങ്കിൽ അമ്മ മാതാവ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നിടം വരെ നമ്മുടെ ഉപ്പിട്ട് എന്നും ഞാൻ ആ കതകിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കും, ഉപ്പിട്ട്. അത് പിന്നെ ഒരു മാസം ആ സേഫ്റ്റി റൂമിൻ്റെ ആ ഭാഗത്ത് ഞങ്ങൾ ഒരു മാസം താമസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ വരുന്നിടം വരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു മിസൈൽ ആക്രമണമോ ഒരു ബോംബാക്രമണം ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ തന്നെ എനിക്കൊരു ഭയമോ ഒന്നും എനിക്കങ്ങനെ ഉണ്ടാകാറുമില്ല. അതുപോലെ എനിക്ക് ബോണസ് കിട്ടാൻ താമസിച്ചപ്പം ഞാൻ കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ച് സങ്കീർത്തനം 139 എല്ലാം കാണുന്ന ദൈവം എന്നുള്ള വചനഭാഗം തന്ന അന്ന് ജോസഫ് അച്ഛൻ്റെ ധ്യാനമാണ്. ധ്യാനം തീർന്നപ്പം എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ബോണസ് വന്നു. അങ്ങനെ എനിക്ക് അമ്മ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ വചനം എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഉടമ്പടി ആരാധനയിൽ പറയുന്നത് പോലെ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് മിക്ക സാക്ഷ്യങ്ങളിലും കാണുന്നതാണ്. ഇപ്പോൾ ഇത് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു സംഭവത്തിൽ സങ്കീർത്തനം ലഭിക്കുന്നതും കർത്താവാണ് എൻ്റെ കാവൽക്കാരെന്നുള്ള വചനം ആ ഒരു സമയത്ത് ലഭിക്കുന്നത് വീണ്ടും അത് ദൈവം തന്നെയാണ് സംസാരിച്ചതെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ ബലിക്ക് ഓൺലൈൻ വിശുദ്ധ ബലിക്ക് പുരോഹിതൻ ആവർത്തിക്കുന്നതും അതിനുശേഷം ജോസഫ് അച്ഛൻ അതേ വചനം തന്നെ ഉടമ്പടി ആരാധന എടുക്കുന്നതുമൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം. പക്ഷേ അങ്ങനെ കാണുമ്പോഴേക്കും വിശ്വാസത്തിൻ്റെ അടഞ്ഞിരിക്കുന്നൊരു ഹൃദയത്തിലേക്ക് ദൈവം എത്ര ശ്രമിച്ചാലും കടക്കുകയില്ലെന്നുള്ളത് ഈജിപ്തിൻ്റെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനം മാറുമ്പോൾ ഫറവോയുടെ കാര്യം പറയുമ്പോൾ ഫറവോ എന്ത് അത്ഭുതം നടക്കുമ്പോഴും അടഞ്ഞ ഹൃദയമായിട്ട് നിൽക്കുമ്പം കർത്താവ് പിന്നീട് അവസാനം ഫറവോയുടെ ഒരു ഫയൽ ഓപ്പൺ ആവുന്നില്ല. ഫറവോ ആ ഒരു ഹൃദയത്തോടു കൂടി തന്നെ ഇല്ലാതെ ആവുന്നതായിട്ടാണ്. എത്ര അത്ഭുതങ്ങളും അടയാളങ്ങൾ നിൽക്കും അടഞ്ഞൊരു ഹൃദയമാണെങ്കിൽ ദൈവത്തിന് കടന്നു ചെല്ലാൻ പാടാണ്. അത് കർത്താവിൽ ഡയറക്റ്റ് വന്നിട്ട് പോലും കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വലിയൊരു സമൂഹം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെളിവ്. ഇപ്പം ഈ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർ എപ്പോഴും ഒരു തുറന്ന ഹൃദയം, ഒരു അല്പം വിശ്വാസത്തിൻ്റെ കുറവും സംശയം ഉണ്ടെങ്കിൽ പോലും ആ വിശ്വാസത്തിൻ്റെ കുറവും സംശയമൊക്കെ ഉടമ്പടിയുടെ യാത്രയിൽ ദൂരീകരിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം വ്യക്തമായിട്ട് വചനത്തിലൂടെ ഈശോ സംസാരിക്കുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിലൂടെ സംസാരിക്കുന്ന മറ്റൊരു മാർഗം ഉടമ്പടി ആരാധനയാണ്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മുടെ കൊണ്ടാകുന്ന സംശയങ്ങൾ. കാരണം ഈ ഒരു പ്രാർത്ഥന ഒരു എൻഡ് ചേർന്നിട്ടുള്ള പ്രാർത്ഥന ഇപ്പോഴും ഈ ഓരോ ആഴ്ചയിൽ കിട്ടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളും ഇപ്പോൾ പറയുന്ന സാക്ഷ്യങ്ങളും എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോഴും അത് താരതമ്യപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടി ഇങ്ങനെ പുതിയ മാനങ്ങളിലേക്കും പുതിയ വെളിപ്പെടുത്തലുകളിലേക്കും വളർന്നുകൊണ്ടിരിക്കുക. അതാണ് അച്ഛൻ ഓരോ ആഴ്ചയിലും പുതിയ സാക്ഷ്യങ്ങൾ വെച്ച് പുതിയ വചനങ്ങൾ വെച്ച് ഇത് വിശകലനം ചെയ്യുന്നു. അതിന് വ്യക്തമായിട്ടൊരു മറുപടി ലഭിക്കുന്നുണ്ടെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ. കാരണം നമുക്ക് ഏറ്റവും വലുത് സൗഹൃദത്തിനേക്കാൾ വലുത് ക്രിസ്തുവാണെന്ന് ഒരു ആരാധന അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കും ഈ ബോധ്യത്തിൽ ജീവിക്കുന്നവർക്കുമൊക്കെ വളരെ അനുഭവത്തോടെ മനസ്സിലാകുന്ന ഒരു സത്യമാണ്. അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി നിൽക്കുന്നവർക്കുണ്ട്. ആ തുടക്കത്തിലില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാർത്ഥിച്ച് ഇതിലേക്ക് കടന്നു വരുമ്പം ഈ ഒരു ഫ്ലോയിലേക്ക് ഒരു ഉടമ്പടിയുടെ ഒരു സമൂഹത്തിലേക്ക് വരുന്നു. പിന്നെ വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിശ്രമമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ പ്രകടമായിട്ടുള്ള ഉത്തരവും ലഭിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം. ഇപ്പോൾ ഒരുപാട് പേര് വിദേശത്തു നിന്ന് ഇവിടെ അവധിക്ക് വരുന്നു, ഉടമ്പടി പുതുക്കുന്നു, സാക്ഷ്യം പറയുന്നു, പോകുന്നു. ഇങ്ങനെ ഒരു ശൈലി പോലെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്രത്തോളം എവിടെ ആയിരുന്നാലും വ്യക്തമായിട്ട് ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ജ്വലിപ്പിച്ച് നിർത്തുവാൻ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് സാധിക്കുന്നതിനെ പ്രതിയും ഒപ്പം ഇതുപോലെ ഈശോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തലുകളിലൂടെ സംസാരിക്കുന്നതിനെ പ്രതിയും ഏത് ബുദ്ധിമുട്ട് സാഹചര്യത്തിലും ഇങ്ങനെ അതിജീവിക്കാൻ പറ്റുന്ന സങ്കീർത്തനത്തിൽ 23-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മരണത്തിന് നിഴൽ വീണ താഴ്വരയിൽ നടക്കണം ഭയം എന്താണെന്നറിയാത്തവർ ലഭിക്കുന്ന അഭിഷേകത്തിന് എല്ലാം പ്രതി ഈ വ്യക്തിയുടെ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.